ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽത്ത് സർക്യൂട്ട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നിങ്ങൾ കഴിഞ്ഞ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ മുഴുവനായിട്ടും ക്രിപ്റ്റോ ട്രേഡിങ്ങിലൂടെ ജനറേറ്റ് ചെയ്ത പ്രോഫിറ്റിൻ്റെ ടാക്സ് ഗവൺമെൻറ്റിലേക്ക് ഫയൽ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയ കുറേ കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രോസസ്സ് എല്ലാം വ്യക്തമായി കാണിച്ചാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ അത്യാവശ്യം ലെങ്തി ആയിരിക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരേ ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എപ്പോഴാണോ നിങ്ങൾക്ക് ഈ വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണാൻ സമയമുള്ളത് അപ്പോൾ മാത്രം കാണാൻ ശ്രമിക്കുക. സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ മിസ്സാവും. ഈ ഒരു ടാക്സ് ഫയലിംഗ് എന്ന് പറയുന്നത് അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നാവുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ്, എങ്കിലും സ്വന്തമായിട്ട് ചെയ്യാവുന്നത് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ ഒരു വർഷം ചെയ്ത മുഴുവൻ ട്രേഡുകളുടെയും ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ തന്നെ 4-5 എക്സ്ചേഞ്ചുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ടൈപ്പ് റിവാർഡ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ട്രേഡിങ്ങിൽ ഞാൻ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ടൈപ്പ് ട്രേഡുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ടാക്സ് ഒരേ ഒരു സ്ഥലത്ത് നിന്നും ഈസിലി എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് മനസ്സിലാക്കാം എന്നുള്ളത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നുണ്ട്. ഇതിനു മുൻപ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് ഇന്ത്യയിലെ നിയമങ്ങൾ, എങ്ങനെയൊക്കെയാണ് ടാക്സുകൾ വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ നിർബന്ധമായിട്ടും അത് കണ്ടിട്ട് മാത്രം വരാൻ ശ്രമിക്കുക. നമ്മുടെ ചാനലിലേക്ക് വന്നതിന് ശേഷം താഴത്തേക്ക് പോയി ആ വീഡിയോ കാണാം. ഈ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്, അവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് കണ്ടിട്ട് മാത്രം വരിക, നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഈ ഒരു വീഡിയോ ആണത്. 27 മിനിറ്റിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരോടും വീണ്ടും ഞാൻ എടുത്തു പറയുന്നു, സ്ലാബോ കാര്യങ്ങളൊന്നും ക്രിപ്റ്റോയുടെ കേസിലില്ല. നിങ്ങൾ 100 രൂപയാണ് പ്രോഫിറ്റ് ഉണ്ടാക്കിയത് എങ്കിൽ പോലും അതിൻ്റെ 30% ടാക്സ് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കണം. അതാണ് ഇന്ത്യയിലെ നിയമം. അതിൽ ഒരാൾക്കും ഒരു സംശയവും വേണ്ട. കഴിഞ്ഞ ആഴ്ച പോലും ഗവൺമെൻറ് അത് കൺഫേം ആക്കി പറഞ്ഞിട്ടുണ്ട്. ഒരു രീതിയിലുള്ള റൂൾ ചേഞ്ചും നിലവിൽ ഗവൺമെൻറ് ആലോചിക്കുന്നില്ല എന്നുള്ളത് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വർഷം എന്തായാലും നമ്മൾ ഇങ്ങനെ തന്നെ പേ ചെയ്താൽ പറ്റും. അടുത്ത വർഷം മാറും എന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. മാറുകയാണെങ്കിൽ നല്ലത് നിയമങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും നിയമങ്ങളെപ്പറ്റി മനസ്സിലാക്കാൻ ഈ ഒരു വീഡിയോ കാണുക. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഫ്യൂച്ചേഴ്സ് ട്രേഡും നിങ്ങൾ USDT പെയറിലാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 30% ഫ്ലാറ്റ് ടാക്സ് തന്നെയാണ് വരിക. സ്ലാബിൻ്റെ ഒരു ആനുകൂല്യം നിങ്ങൾക്ക് കിട്ടില്ല. പിന്നെ നിങ്ങൾ INR പെയറിൽ, ഇപ്പോൾ കോയിൻ DCX, അതുപോലെ തന്നെ ഒരുപാട് ഡെൽറ്റ എന്നൊക്കെ പറയുന്ന എക്സ്ചേഞ്ചുകൾ, ഇതിലെല്ലാം INR പെയറിലാണ് നമ്മൾ ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് ചെയ്യുന്നത്, ഇന്ത്യൻ രൂപ വെച്ചുകൊണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്ലാബ് റേറ്റിൻ്റെ ആനുകൂല്യം കിട്ടും. നിങ്ങൾ INR പെയറിലാണ്, USDT പെയറിലല്ല ചെയ്യുന്നത്, INR പെയറിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ലാബിനനുസരിച്ച് ഇൻകം വരുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള ടാക്സ് കൊടുത്താൽ മതി. അത് ബിസിനസ് ഇൻകം ആയിട്ടാണ് കാണിക്കേണ്ടത്, VDA വെർച്വൽ ഡിജിറ്റൽ അസറ്റ് ആയിട്ടല്ല. ഓക്കെ, രണ്ട് ടൈപ്പ് ഫയലിംഗ് ആണ്. രണ്ടും എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും മുഴുവനായും കാണാൻ ശ്രമിക്കുക. കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇതുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബും ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ പുതിയ വരുന്ന നിയമങ്ങളും ക്രിപ്റ്റോയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് കൃത്യസമയത്ത് അറിയാനായിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലും ഒന്ന് ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് പോവാം. ലാഗാക്കുന്നില്ല, നേരെ നമുക്ക് മുൻപിലേക്ക് തന്നെ പോവാം. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇൻകം ടാക്സിൻ്റെ സൈറ്റിൽ വന്ന് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സിമ്പിളായുള്ള പ്രോസസ്സാണ്. രജിസ്റ്റർ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ സൈറ്റ് ഒറിജിനൽ ആണെന്ന് വെരിഫൈ ചെയ്യുക. incometax.gov.in എന്ന് പറയുന്നതാണ് നമ്മുടെ ഇന്ത്യയുടെ ഇൻകം ടാക്സ് സൈറ്റ്. ലിങ്ക് താഴെ ഉണ്ടാവും. ഒറിജിനൽ സൈറ്റിൽ തന്നെയാണ് നിങ്ങൾ ഉള്ളത് എന്ന് ഉറപ്പുവരുത്തുക. ഒരുപാട് ഫിഷിംഗ് സൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ രജിസ്റ്റർ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ്, പാൻ കാർഡ് നമ്പർ കൊടുത്ത് ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ട് ക്രിയേറ്റ് ആവും. പാൻ കാർഡ് ഇല്ല എന്നൊരു ന്യായം ആർക്കും പറയാൻ പറ്റില്ല. 18 വയസ്സാകുമ്പോൾ നമ്മളെല്ലാവരും ലൈസൻസ് എടുക്കുന്ന പോലെ തന്നെ നിങ്ങൾ എടുക്കേണ്ട ഒരു സംഭവമാണ് പാൻ കാർഡ്, പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ എന്ന് പറയുന്ന ഈ ഒരു കാർഡ്. ഓക്കെ, നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റും. യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് മലയാളത്തിൽ തന്നെ വീഡിയോസ് ഉണ്ട്. നിങ്ങൾക്ക് അപ്പോൾ തന്നെ പാൻ ഇന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് തന്നെ നിങ്ങൾക്ക് പാൻ കാർഡ് നമ്പർ കിട്ടും. കാർഡ് പോസ്റ്റൽ വഴിക്ക് വരണമെങ്കിൽ കുറച്ച് സമയം എടുക്കുന്നു മാത്രം. കാർഡ് നമുക്ക് ആവശ്യമില്ല, പാൻ കാർഡ് നമ്പർ മാത്രമാണ് വേണ്ടത്. എല്ലാവരും പാൻ കാർഡ് എടുക്കണം, നിർബന്ധമാണ്. ഓക്കെ, അപ്പോൾ എന്നിട്ട് നിങ്ങളുടെ പാൻ കാർഡ് നമ്പർ ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, പാൻ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണാൻ പറ്റും. അതൊന്ന് വെരിഫൈ ചെയ്യുക അടുത്ത സ്റ്റെപ്പിൽ. അതിനുശേഷം നിങ്ങളുടെ പാസ്വേഡ് സെക്യൂർ ചെയ്യുക. ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആവും. ഞാൻ ഓൾറെഡി അക്കൗണ്ട് ഉള്ളതുകൊണ്ട് എനിക്ക് വീണ്ടും കാണിച്ചു തരാൻ പറ്റില്ല, കാരണം എനിക്കൊരു പാൻ കാർഡല്ലേ ഉള്ളൂ. മെയിൽ ID ഒക്കെ ആണെങ്കിൽ വീണ്ടും ചെയ്ത് കാണിക്കായിരുന്നു. അപ്പോൾ അത്രയും സിമ്പിളാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അതിനുശേഷം വീണ്ടും ഹോമിലേക്ക് വരിക, എന്നിട്ട് ലോഗിൻ ചെയ്യാം. ഓക്കെ, ലോഗിനിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ പാൻ കാർഡ് നമ്പർ അല്ലെങ്കിൽ ആധാർ കാർഡ് നമ്പർ, എന്നിട്ട് നിങ്ങൾ നേരത്തെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ്, ഇത്രയും കാര്യം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് ലോഗിൻ ആവും. ഓക്കെ, നിങ്ങളുടെ അക്കൗണ്ട് ലോഗിൻ ആയി കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി ഈ ഒരു പേജിലേക്കാണ് വരിക. ഇനി വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഫയൽ എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ വരിക. അതിനുശേഷം ഇൻകം ടാക്സ് റിട്ടേൺ എന്നുള്ള ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഫയൽ ഇൻകം ടാക്സ് റിട്ടേൺ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്ക് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി എത്തുന്നതാണ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത് എന്നാണ് ഈ ടാക്സ് ഫയലിങ്ങിൻ്റെ അവസാന തീയതി എന്നുള്ളതാണ്.
ഓക്കെ, അപ്പോൾ നിലവിലെ അവസാന തീയതി എന്ന് പറഞ്ഞിരിക്കുന്നത് സെപ്റ്റംബർ 15-ാം തീയതിയാണ്. അത് ഇനി എക്സ്റ്റെൻഡ് ആയി പോകാനാണ് സാധ്യത. കാരണം ഒരുപാട് ഡിലേ ആയിട്ടാണ് നമുക്ക് ഈ ഫോം ഓപ്പൺ ആയി കിട്ടിയത്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മളെ വീഡിയോയും ഇത്രയും ഡിലേ ആയത്. മാസങ്ങളോളം ഡിലേ ആണ്. ജൂൺ മാസം ആദ്യം റിലീസ് ആവേണ്ട ഫോമായിരുന്നു, അത് വരാൻ ഇത്രയും ഡിലേ ആയതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യാനും ഇത്രയും ഡിലേ ആയത്. അല്ലാതെ ഞാൻ ചെയ്യേണ്ട എന്ന് വിചാരിച്ചിട്ടല്ല. അപ്പോൾ സെപ്റ്റംബർ മാസം 15-ാം തീയതിയാണ് ഇന്നത്തെ ന്യൂസ് അനുസരിച്ച് അവസാന തീയതി. ഇനി എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ടെലഗ്രാമിൽ നിങ്ങളോട് അറിയിക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫയലിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. കൃത്യമായിട്ട് എല്ലാ പ്രോസസ്സും എല്ലാവരും കൃത്യമായിട്ട് ഇതുപോലെ തന്നെ ഫോളോ ചെയ്ത് പോവുക. അതുപോലെ തന്നെ ഞാനിവിടെ കാണിക്കുന്നത് ക്രിപ്റ്റോ ട്രേഡിംഗ് ചെയ്യുന്ന ഒരാൾ എങ്ങനെയാണ് ടാക്സ് ഫയലിംഗ് ചെയ്യേണ്ടത് എന്നാണ്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും വ്യത്യാസം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ITR-2 എന്ന് പറയുന്ന ഫോമിലാണ് ഫയലിംഗ് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ കേസ് പറയുകയാണെങ്കിൽ, പേഴ്സണലായിട്ടുള്ള എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ ഒരുപാട് രീതിയിലുള്ള ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ, എനിക്ക് ബിസിനസ് ഇൻകം ഉണ്ട്, സാലറി ഞാൻ മേടിക്കുന്നുണ്ട്. അത് ഞാൻ വാങ്ങുന്നത് വെർച്വൽ ഡിജിറ്റൽ അസറ്റ് ക്രിപ്റ്റോ വഴി തന്നെയാണ്. എന്ന് വെച്ചാൽ ഞാൻ വേറൊരു പുറത്തുള്ള രാജ്യത്തിന് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത് റിമോട്ടായിട്ട്. അപ്പോൾ എനിക്ക് അവർ സാലറി തരുന്നത് ക്രിപ്റ്റോയിലൂടെയാണ്. അപ്പോൾ അത് വേറെ രീതിയിലാണ് എനിക്ക് കാണിക്കേണ്ടത്. അതുപോലെ എനിക്ക് ബിസിനസ് ഇൻകം വേറെ ഉണ്ട്. അതുപോലെ തന്നെ ട്രേഡിങ്ങിൻ്റെ ഈ ഒരു ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ITR-2 കാണിക്കേണ്ട ഇൻകം വേറെ ഉണ്ട്. അപ്പോൾ ഒരുപാട് രീതിയിലുള്ള വ്യത്യാസമാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും കണ്ടീഷനിൽ വരിക. ആ ഒരു കാര്യം മനസ്സിലാക്കുക. ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ക്രിപ്റ്റോ ട്രേഡിംഗ് ചെയ്യുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിളിൽ നിങ്ങളൊരു കോയിൻ വാങ്ങി ആ കോയിൻ വിറ്റു, അങ്ങനെ ഒരുപാട് ട്രേഡുകൾ ഒരു വർഷം ചെയ്ത ആൾ, അയാൾ എങ്ങനെയാണ് ഫയലിംഗ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ കാണിക്കുന്നത്. എൻ്റെ പേഴ്സണൽ ഫയലിംഗ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ, ഒന്ന് വീഡിയോ ഇതിനേക്കാൾ ലെങ്ത് കൂടും, രണ്ട് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റെപ്സ് ഉണ്ടാകും. കാരണം ഒരുപാട് ടൈപ്പ് ഓഫ് ഇൻകംസ് എനിക്ക് കാണിക്കണം, മൾട്ടിപ്പിൾ ഫോംസ് എനിക്ക് ഫില്ല് ചെയ്യണം. ITR-2ഉം ITR-3യും എനിക്ക് ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരുപാട് കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് സിമ്പിളായിട്ട് എങ്ങനെയാണ് ക്രിപ്റ്റോ ട്രേഡിംഗ് ചെയ്യുന്ന ഒരാൾ ഫയലിംഗ് ചെയ്യേണ്ടതെന്നുമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ സ്വന്തം ഫയലിംഗ് അല്ല ഞാനിവിടെ കാണിക്കുന്നത്. ഓക്കെ, ആ ഒരു കാര്യം മനസ്സിലാക്കുക. സിമ്പിളായിട്ട് ക്രിപ്റ്റോ ട്രേഡിംഗ് മാത്രം ചെയ്ത ഒരാളുടെ ഫയലിംഗ് എങ്ങനെയാണെന്നാണ് ആ മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിനി ചെയ്യേണ്ടത് സെലക്ട് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ ഒരു കറണ്ട് AY എന്ന് പറയുന്ന 25-26 എന്ന് പറയുന്ന അസസ്മെൻറ്റ് ഇയർ സെലക്ട് ചെയ്യാം. ഓക്കെ, ഫിനാൻഷ്യൽ ഇയർ ആണ് 24-25. അസസ്മെൻറ്റ് ഇയർ എപ്പോഴും കറണ്ട് AY എന്ന് പറയുന്ന ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ. ഓക്കെ, അതിനുശേഷം മെത്തേഡ് കാണാൻ പറ്റും. ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ 2 മെത്തേഡുകളുണ്ട്. ഓക്കെ, അപ്പോൾ 2 മെത്തേഡിൽ ഏതാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങളുടെ കേസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതെങ്ങനെയാണ്? ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു വർഷത്തിൽ ഒരു 10-ൽ താഴെ ട്രേഡുകൾ മാത്രം ക്രിപ്റ്റോയിൽ ചെയ്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ മെത്തേഡ് ചൂസ് ചെയ്യാം. ഓക്കെ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ ട്രാൻസാക്ഷൻസ് മാത്രമുള്ളവർക്ക് ചെയ്യേണ്ട മെത്തേഡാണ്. നിങ്ങൾ എന്നെ പോലെ ഒരുപാട് വ്യത്യസ്തമായ എക്സ്ചേഞ്ചുകൾ യൂസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ട്രാൻസാക്ഷൻസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 4000-5000 ട്രാൻസാക്ഷൻ്റെ മേലെ ഒരു വർഷം ചെയ്യുന്നുണ്ട് ഒരു ആവറേജിൽ. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്കുള്ള മെത്തേഡാണ് ഓഫ്ലൈൻ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ 2 മെത്തേഡും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓൺലൈൻ ചെയ്യുന്നവരാണെങ്കിലും ഓഫ്ലൈൻ ചെയ്യുന്നവരാണെങ്കിലും ഓൺലൈൻ മെത്തേഡ് ആദ്യം ഒന്ന് ഫില്ല് ചെയ്ത് പോകണം. കാരണം നമുക്കവിടെ പ്രീഫിൽ ഡാറ്റ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഈസിലി ഫോമിൽ ചെയ്യുന്നതിനേക്കാളും, എക്സൽ ഫോമിൽ നമ്മൾ ചെയ്യുന്നതിനേക്കാളും ഈസി ഈ ഒരു വെബിൽ ചെയ്തതിന് ശേഷം ആ പ്രീഫിൽ ഡാറ്റ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ എക്സൽ ഫോം ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. പറഞ്ഞപ്പോൾ കൺഫ്യൂഷൻ ആയെങ്കിൽ പേടിക്കേണ്ട, കൃത്യമായിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓഫ്ലൈൻ ചെയ്യുന്ന ആളാണെങ്കിലും ഓൺലൈൻ ചെയ്യുന്ന ആളാണെങ്കിലും ആദ്യം ഓൺലൈൻ മെത്തേഡിൽ ഡാറ്റ ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? ഓൺലൈൻ മെത്തേഡ് ചൂസ് ചെയ്യുന്നു. അതിനുശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ എനിക്ക് കാണാൻ പറ്റും എൻ്റെ ഓൾറെഡി ഞാൻ ഇന്നലെ കൃത്യമായിട്ടെല്ലാം ചെയ്ത് നോക്കിയ ഒരു ഫോം ഇവിടെ കിടക്കുന്നുണ്ട്. ഇത് നിങ്ങൾ ഉണ്ടാവില്ല, നിങ്ങൾക്ക് ഇവിടെ ഒന്നും കാണില്ല. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സ്റ്റാർട്ട് ന്യൂ ഫയലിംഗ് എന്ന് പറയുന്ന ബട്ടനാണ്. ഓക്കെ, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് നമ്മൾ ഇൻഡിവിജ്വൽ എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഓക്കെ, ഇൻഡിവിജ്വൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളിവിടെ ചെയ്യേണ്ടതാണ് ITR ഫോമാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ITR 1 to 4 എന്ന് പറയുന്ന 4 ഫോമുകളോടെ കാണാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നിലവിൽ ചെയ്യാൻ പോകുന്നത് ITR-2 വെർച്വൽ ഡിജിറ്റൽ അസറ്റ്, അതായത് ക്രിപ്റ്റോയുമായിട്ട് ചെയ്തിരിക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസും കാണിക്കേണ്ടത് ITR-2 ഫ്യൂച്ചേഴ്സ് ട്രേഡിങ്, ബാക്കിയുള്ള ബിസിനസ് ഇൻകം അതെല്ലാം വരുന്നത് ITR-3 ഓക്കെ, അപ്പോൾ ITR-2 ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം പ്രൊസീഡ് വിത്ത് ITR-2 കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്ക് വരും. ജസ്റ്റ് ഓക്കെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഫയലിംഗ് സ്റ്റാർട്ട് ആവാൻ പോവാണ്. ഓക്കെ, ഫയലിംഗിലേക്ക് കിടക്കുന്നതിന് മുൻപ് തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസ്ക്ലെയിമർ ഞാൻ പറയുകയാണ്. ഞാൻ ഒരു ടാക്സ് കൺസൾട്ടൻ്റ് അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുഴുവൻ ടാക്സിനെ ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളും എനിക്ക് ഉത്തരം തരാൻ കഴിഞ്ഞു എന്ന് വരില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള സംശയങ്ങളുണ്ട്, നിങ്ങൾ വലിയ രീതിയിൽ ട്രേഡിംഗ് കാര്യങ്ങളൊക്കെ വലിയ ഫണ്ട് യൂസ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ടാക്സ് കൺസൾട്ടൻറ്റിനെ കൺസൾട്ട് ചെയ്യുക. അല്ലാതെ ഒരു മെത്തേഡും കൂടെ ഉണ്ട്, അത് ഞാൻ ഈ വീഡിയോ പറഞ്ഞുതരാം. അത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസിയും കുറച്ചും കൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. നിങ്ങളിപ്പോൾ ഒരു ടാക്സ് കൺസൾട്ടൻറ്റിനെ കൺസൾട്ട് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഫണ്ട് അതിന് ചിലവ് വരും.
അപ്പോൾ അതിനേക്കാളും വളരെ കുറഞ്ഞ രീതിയിലുള്ള ഫണ്ട് കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ എല്ലാ രീതിയിലുള്ള സംശയങ്ങളും തീർക്കാം എന്നുള്ളതും ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് പലർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണയാണ് ഞാൻ ചെയ്യുന്ന ട്രേഡുകളൊന്നും ഗവൺമെൻറ് അറിയുന്നില്ലല്ലോ, അപ്പോൾ ഞാൻ ടാക്സ് ഫയൽ ചെയ്തില്ലെങ്കിൽ ഒരു പ്രശ്നവും ഇല്ലല്ലോ എന്നുള്ളത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ പാൻ കാർഡ് കൊടുത്ത് വെരിഫിക്കേഷൻ ചെയ്ത എല്ലാ KYC ചെയ്ത എല്ലാ എക്സ്ചേഞ്ചുകളും കൃത്യമായിട്ട് TDS ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്നുണ്ട്. നമ്മുടെ പാൻ കാർഡിൽ ഓൾറെഡി നിങ്ങൾക്ക് AISലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ TDS വന്ന് നടക്കുന്നത് കാണാം. ഓക്കെ, അപ്പോൾ അത് വന്ന് കിടന്നിട്ട് നിങ്ങൾ ഫയൽ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നോട്ടീസ് വരും ഫ്യൂച്ചറിൽ. പിന്നെയുള്ളൊരു ഡൗട്ടാണ്, നിങ്ങൾ നോൺ KYC എക്സ്ചേഞ്ചുകൾ ഡെക്സുകളെല്ലാം യൂസ് ചെയ്ത് KYC ഒന്നും ഇല്ലാതെ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ടാക്സ് അടയ്ക്കണോ എന്നുള്ളത് നിങ്ങളൊരു മനസ്സിലാക്കുക. നിങ്ങൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തുള്ള ഒരു പൗരനാണ്. ഇന്ത്യയിൽ നിന്നും വെർച്വൽ ഡിജിറ്റൽ അസറ്റുമായിട്ട് നിങ്ങൾ ഇൻട്രാക്ഷൻസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ ചെയ്താലും ടാക്സ് അടയ്ക്കണം എന്നുള്ളതാണ് നിയമം. അത് പാലിക്കണോ പാലിക്കണ്ടേ എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്. എൻ്റെ റെക്കമെൻഡേഷൻ ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിലവിലെ നിയമങ്ങൾ പാലിക്കുക, എല്ലാ ടാക്സുകളും അടച്ചു പോവുക എന്നുള്ളത് മാത്രമാണ്. നിങ്ങൾ ഒരിക്കലും ക്രിപ്റ്റോ ഇന്ത്യയിൽ ലീഗൽ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ടാക്സ് അടയ്ക്കാതിരിക്കരുത്. ഓക്കെ, ലീഗലാണെന്ന് ചോദിച്ചാൽ ലീഗൽ അല്ല, ഇല്ലീഗലാണെന്ന് ചോദിച്ചാൽ ഇല്ലീഗലും അല്ല. ഒരു ഗ്രേ ഏരിയയിലാണ് ക്രിപ്റ്റോ ഉള്ളത്. പക്ഷേ കൃത്യമായുള്ള ടാക്സിൻ്റെ നിയമങ്ങൾ ഇന്ത്യയിലുണ്ട്. അതുകൊണ്ട് ടാക്സ് അടയ്ക്കണം. എല്ലാവരും 30% ഫ്ലാറ്റ് ടാക്സ് അടച്ചേ പറ്റൂ. അപ്പോൾ ആ ഒരു കാര്യം പാലിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിലൊരു പ്രശ്നം ഉണ്ടാക്കും. നോൺ KYC ആണെന്നൊക്കെ വിചാരിച്ച് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാത്രം റിസ്ക് ആയിരിക്കും അത്. ഓക്കെ, അപ്പോൾ അത്രമാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നോൺ KYC എന്ന് ഗവൺമെൻറ് അറിയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇല്ല, അറിയാൻ പറ്റില്ല. നമ്മൾ KYC ചെയ്യാത്തത് കൊണ്ട് തന്നെ. പക്ഷേ അത് നിയമത്തിനെതിരാണ്. നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അൺഡിസ്ക്ലോസ്ഡ് ഇൻകത്തിലേക്ക് പോവുകയും ഫ്യൂച്ചറിൽ അത് കണ്ടെടുത്ത് കഴിഞ്ഞാൽ അത് വലിയ ഫൈനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. പറഞ്ഞ് പേടിപ്പിക്കില്ല, നിയമം പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ അതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ടാക്സ് ഫയലിങ്ങിലേക്ക് തന്നെ മുൻപിലേക്ക് പോവാം. ഇവിടെ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് ടാക്സ് ഇൻകം ഈസ് മോർ ദാൻ ബേസിക് എക്സെപ്ഷൻ ലിമിറ്റ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. അതിനുശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഷെഡ്യൂൾസിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ജനറൽ ടാബ് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ പാർട്ട് A ജനറൽ എന്ന് പറയുന്ന ജനറൽ ഇൻഫർമേഷൻ ടാബ് ജസ്റ്റ് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇൻകം ടാബിലേക്ക് വരിക. ഇൻകം ടാബിൽ നിങ്ങൾക്ക് ഏതൊക്കെ ഇൻകംസ് ഉണ്ടോ അതെല്ലാം ഇവിടെ ചൂസ് ചെയ്ത് കൊടുക്കണം. ഇപ്പം നിലവിൽ ക്രിപ്റ്റോ ട്രേഡിംഗ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് സാലറി ഉണ്ടെങ്കിൽ സാലറി ചൂസ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഹൗസ് പ്രോപ്പർട്ടി എന്നൊക്കെ നിങ്ങൾക്ക് ഇൻകം ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ചെയ്ത് കൊടുക്കുന്ന ആൾക്ക് ഹൗസ് പ്രോപ്പർട്ടി ഇൻകം ഒന്നും ഇല്ല, അതുകൊണ്ട് അത് അൺസെലക്ട് ചെയ്യാണ്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഷെഡ്യൂൾ VDA ചൂസ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഷെഡ്യൂൾ അതർ സോഴ്സസ് സെലക്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ ഷെഡ്യൂൾ SI എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഇൻകം. നിങ്ങൾ ക്രിപ്റ്റോ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്രിപ്റ്റോനെ കൺസിഡർ ചെയ്യുന്ന സ്പെഷ്യൽ ഇൻകം ആയിട്ടാണ് അവിടെ കാണാൻ പറ്റും. ചാർജബിൾ ടു ടാക്സ് അറ്റ് സ്പെഷ്യൽ റേറ്റ്സ്, അതാണ് സ്ലാബ് ഇല്ലാത്ത സ്പെഷ്യൽ റേറ്റ് 30% ടാക്സ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ചൂസ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ നിലവിൽ ക്രിപ്റ്റോ ട്രേഡിങ്ങിലൂടെ മാത്രം ഇൻകം കണ്ടെത്തുന്ന ഒരാൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ വായിച്ച് നോക്കാം ഓരോ ഷെഡ്യൂളും എന്തിൻ്റെതാണ് എന്നുള്ളത്. നിങ്ങൾക്ക് ഏതെങ്കിലും കണ്ടീഷൻ ആപ്ലിക്കബിൾ ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് കമ്പനി ഷെയർസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് കിട്ടിയ ഇൻകം ഉണ്ടെങ്കിൽ അതുകൂടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. അതെല്ലാം നിങ്ങളുടെ കണ്ടീഷൻ അനുസരിച്ചാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ ടാക്സ് ഫയലിംഗ് ചെയ്ത് കൊടുക്കുന്ന ആൾക്ക് ഇതൊന്നുമില്ല, സാലറി ഇല്ല, അതുപോലെ തന്നെ ഷെഡ്യൂൾ ഹൗസ് പ്രോപ്പർട്ടി ഇൻകം ഒന്നുമില്ല, ക്യാപിറ്റൽ ഗെയിൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ക്രിപ്റ്റോയിലൂടെ ക്യാപിറ്റൽ ഗെയിൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്, അത് കൊടുത്തു. പിന്നെ VDA ക്രിപ്റ്റോയിലൂടെ ജനറേറ്റ് ചെയ്ത പ്രോഫിറ്റ് ഉള്ളതുകൊണ്ട് വെർച്വൽ ഡിജിറ്റൽ അസറ്റ് അതായത് VDA ഇൻകം ഉണ്ട്, അത് സെലക്ട് ചെയ്ത് കൊടുത്തു. അതർ സോഴ്സസ് ഉണ്ട്, അത് ക്രിപ്റ്റോ തന്നെയാണ്, അതുകൊണ്ട് അത് സെലക്ട് ചെയ്ത് കൊടുത്തു. സ്പെഷ്യൽ ഇൻകം സെലക്ട് ചെയ്ത് കൊടുത്തു. ഇത്രയുമാണ് നിലവിൽ ഒരാൾക്ക് ക്രിപ്റ്റോ ട്രേഡിംഗ് ചെയ്യുന്ന ആൾക്ക് നിലവിൽ വരുന്ന ഇൻകം ഷെഡ്യൂൾസ്. അപ്പോൾ ബാക്കിയുള്ള ഏതെങ്കിലും നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആയിട്ടുണ്ടോ എന്നുള്ളത് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ വായിച്ച് നോക്കുക. അത് എന്തിനുള്ള ഷെഡ്യൂളാണെന്ന് വായിച്ച് നോക്കിയതിന് ശേഷം അത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് റെലവൻ്റ് ആയിട്ടുള്ള എല്ലാം തന്നെ ചൂസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ ഡിഡക്ഷൻ എന്ന് പറയുന്ന ടാബിലേക്ക് വരിക. ഇവിടെ നിങ്ങൾക്ക് ഒരേ ഒരു ഡിഡക്ഷനാണ് ചൂസ് ചെയ്യാൻ പറ്റുക. അത് ഷെഡ്യൂൾ 6A എന്ന് പറയുന്ന ചാപ്റ്റർ 6A പ്രകാരമുള്ള ഡിഡക്ഷനാണ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുക. അത് ചൂസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ടാക്സ് ടാബിലേക്ക് വരിക. ടാക്സ് ടാബിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരുപാട് ടാക്സുകൾ കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ഇൻഫർമേഷൻ റിലേറ്റഡ് ടു ടാക്സ് ഡിഫേർഡ് റിലേറ്റഡ് ടു ഇൻകം ഫ്രം പ്രീ സെക്യൂരിറ്റി റെഫേർഡ് ഇൻ സെക്ഷൻ റിസീവ് ഫ്രം എംപ്ലോയർ. ഓക്കെ, നിങ്ങൾക്ക് ഒരു ജോലി ഉണ്ട്, നിങ്ങൾക്കൊരു എംപ്ലോയർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കിട്ടിയ ഇൻകം കാണിക്കാനാണ് ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ ടാക്സ് ഫയലിംഗ് ചെയ്ത് കൊടുക്കുന്ന ആൾക്ക് സാലറി ഇൻകം ഇല്ല, അതുകൊണ്ട് ഞാനിത് അൺചെക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ടാക്സ് പെയ്ഡ്, പാർട്ട് B TTI, പാർട്ട് B TI ഇത്രയും സെലക്ട് ചെയ്യണം. ഓക്കെ, അതിനുശേഷം അതേഴ്സ് എന്ന് പറയുന്ന ഷെഡ്യൂളിലേക്ക് പോവുക. ഇവിടെ നമ്മൾ ആദ്യത്തെ 3 ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കണം. അത് ഷെഡ്യൂൾ CYLA, BFLA, CFL എന്ന് പറയുന്ന 3 ഓപ്ഷൻസ് ആണ്. എന്താണ് ഈ CYLA, BFLA എന്നൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഇതെന്ന് പറഞ്ഞാൽ ക്യാരി ഫോർവേഡ് ഓഫ് ലോസ് ആണ്, ഇത് ബ്രോഡ് ഫോർവേഡ് ഓഫ് ലോസ് ആണ്. അതൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നില്ല, കാരണം ഒരുപാട് വീണ്ടും വീഡിയോ ലെങ്ത്ത് കൂടും. പിന്നെ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ഷെഡ്യൂൾ AMTCയും കൂടാണ്. പിന്നെ നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആണ് എന്നുണ്ടെങ്കിൽ ഷെഡ്യൂൾ AL കൂടെ ചൂസ് ചെയ്യണം. എന്താണ് AL എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ
ടോട്ടൽ ഇൻകം 1 കോടി രൂപയ്ക്ക് മുകളിൽ ഈ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളത് സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത്രയുമാണ് നമുക്ക് ഈ ഒരു ഷെഡ്യൂൾസിൽ ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, അതിനുശേഷം കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് പാർട്സ് ഇവിടെ കാണാൻ പറ്റും. ഇതെല്ലാം നമ്മൾ വെരിഫൈ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ജനറൽ ഇൻഫർമേഷൻ ആണെന്ന് വെച്ചാൽ നമ്മുടെ ബേസിക് ഇൻഫർമേഷൻസ്, ബാങ്ക് അക്കൗണ്ട് കാര്യങ്ങളൊക്കെയാണ്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ, നിങ്ങളുടെ കോൺടാക്റ്റ് ഇൻഫർമേഷൻ, ഫയലിംഗ് സ്റ്റാറ്റസ്, ബാങ്ക് ഡീറ്റെയിൽസ്, ഈ 4 കാര്യങ്ങളും കാണാൻ പറ്റും. കൃത്യമായിട്ട് ഓരോന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. കൃത്യമല്ല എന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് എഡിറ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ പാൻ കാർഡിലുള്ള ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക്കലി ഇങ്ങോട്ടേക്ക് ഡിറ്റക്റ്റ് ആവുന്നതാണ്. ഇതെല്ലാം കോൺടാക്റ്റ്, പേഴ്സണൽ ഇൻഫർമേഷൻ, നിങ്ങളുടെ പേര്, അച്ഛൻ്റെ പേര്, അതുപോലെ തന്നെ മെയിൽ ID, ഫോൺ നമ്പർ, ഇതെല്ലാം കോൺടാക്റ്റിൽ ഉണ്ടാവുക. ഫയലിംഗ് സ്റ്റാറ്റസ് എന്താണ് നിലവിൽ ഫയലിംഗ് സ്റ്റാറ്റസ് എന്നുള്ളതാണ് ഉണ്ടാവുക. ബാങ്ക് ഡീറ്റെയിൽസിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ പേഴ്സണൽ ഇൻഫർമേഷനിൽ നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ കോൺടാക്റ്റിലെല്ലാം നോക്കുക. അതിനുശേഷം ഫയലിംഗ് സ്റ്റാറ്റസ് ഓപ്പൺ ചെയ്യുക. ഇവിടെ 139A എന്ന് പറയുന്ന ഓപ്ഷനാണ് ഉണ്ടാവുക. അതല്ലെങ്കിൽ അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ചോദിക്കുന്നത് നിങ്ങളുടെ സെക്ഷൻ 115 BAC പ്രകാരം നിങ്ങൾക്ക് പുതിയ റെജീം വേണോ പഴയ ടാക്സ് റെജീം വേണോ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പുതിയതായാലും പഴയതായാലും ടാക്സ് റേറ്റിൽ ക്രിപ്റ്റോയിൽ ഒരു വ്യത്യാസവുമില്ല. 30% തന്നെയാണ് ഏത് ടാക്സ് റെജീം എടുത്താലും ക്രിപ്റ്റോയിൽ വരിക. അപ്പോൾ ഇവിടെ നിങ്ങൾ ചൂസ് ചെയ്ത് കൊടുക്കേണ്ടത് നോയാണ്. ന്യൂ ടാക്സ് റെജീമാണ് നമ്മളിവിടെ ഓപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഉണ്ട്. ഇത് നിങ്ങൾ കൊടുക്കേണ്ടത് റെസിഡൻറ്റ് എന്നുള്ളതാണ്. നിങ്ങൾ ഇന്ത്യയിൽ താമസിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിലാണ് റെസിഡൻറ്റ് കൊടുക്കേണ്ടത്. ഓക്കെ, അതിനുശേഷം സെലക്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിനു ശേഷം ആദ്യത്തെ ഓപ്ഷൻ ആയിട്ടുള്ള യു ആർ ഇൻ ഇന്ത്യ ഫോർ 182 days എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബാക്കിയുള്ള എല്ലാ ഓപ്ഷൻസും നോ എന്നുള്ളതാണ് നിങ്ങൾ ചൂസ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, അത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ചെയ്യേണ്ട ഫയലിംഗ് സ്റ്റാറ്റസിൽ ചെയ്യേണ്ട കാര്യങ്ങൾ കംപ്ലീറ്റ് ആയി. അതിനുശേഷം ബാങ്ക് ഡീറ്റെയിൽസ് ഓപ്പൺ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാം എൻ്റെ ബാങ്ക് അക്കൗണ്ട് ഇവിടെ ഞാൻ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവില്ല. അപ്പോൾ ആഡ് അനദർ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് കഴിഞ്ഞാൽ ഇവിടെ കൺഫേം എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഷെഡ്യൂൾ ഇവിടെ കൺഫേം ആവുന്നതാണ്. ഇവിടെ കാണാൻ പറ്റും കൺഫേംഡ് ആയിട്ടുണ്ട്. ഇനി ഷെഡ്യൂൾ സാലറി എന്നുള്ളത് ഓപ്പൺ ചെയ്യുക. ഞാനിവിടെ സാലറി അവിടെ ചൂസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ ഗ്രോസ് സാലറി എത്രയാണെന്ന് കാണാൻ പറ്റും. ഇവിടെ 0 ആണുള്ളത്. കാരണം ഞാനിപ്പോൾ ടാക്സ് ഫയലിംഗ് ചെയ്ത് കൊടുക്കുന്ന ആൾക്ക് സാലറി ഇല്ല. ഓക്കെ, അതിനുശേഷം ഇതും കൺഫേം ചെയ്യുക. അതിനുശേഷം ആ ഒരു ഷെഡ്യൂളും അപ്പോൾ കൺഫേം ആവുന്നതാണ്. ഇവിടെ കാണാൻ പറ്റും അതും കൺഫേം ആയിട്ടുണ്ട്. ഇനി ഷെഡ്യൂൾ ക്യാപിറ്റൽ ഗെയിൻ ആണ്. ഇത് ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഇത് ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ കാണാൻ പറ്റും ക്യാപിറ്റൽ ഗെയിൻ നിലവിൽ 0 ആണ് കാണുന്നത്. ഇവിടെ ക്യാപിറ്റൽ ഗെയിൻസിലും ഒന്നും തന്നെ നമ്മൾ കാണിക്കുന്നില്ല. ഇത് ജസ്റ്റ് കൺഫേം ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഷെഡ്യൂൾ ജസ്റ്റ് കൺഫേം ആയി പോകുന്നതാണ്. എല്ലാം നിങ്ങൾ കൺഫേം ചെയ്യണം. എങ്കിൽ മാത്രമാണ് നമുക്ക് വെരിഫിക്കേഷനിലേക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ഇനി ചെയ്യേണ്ടത് ഷെഡ്യൂൾ വീഡിയോ. ഇതാണ് ഇമ്പോർട്ടൻ്റ് സ്റ്റെപ്പ്. ഇവിടെയാണ് നമ്മൾ നമ്മുടെ ഓരോ ട്രാൻസാക്ഷൻസും കാണിക്കേണ്ടത്. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും ഷെഡ്യൂൾ വീഡിയോ. ഇവിടെ നമുക്ക് ആഡ് അനദർ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ഇത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുക ഡേറ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കോയിൻ വാങ്ങിയ ഡേറ്റ്, ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ആ കോയിൻ നമ്മൾ സെല്ല് ചെയ്ത വിറ്റ ഡേറ്റ്, പിന്നെ ക്യാപിറ്റൽ ഗെയിൻ ആണ് ഓട്ടോമാറ്റിക്കലി ഹെഡ് ഓഫ് ഇൻകം വരിക, പിന്നെ എത്ര രൂപയ്ക്കാണ് നമ്മൾ ആ കോയിൻ വാങ്ങിയത്, എത്ര രൂപയ്ക്കാണ് നമ്മൾ ആ കോയിൻ വിറ്റത് എന്നുള്ള ഇൻഫർമേഷനാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്. ഏത് കോയിനാണ് വാങ്ങിയത് എന്നൊന്നും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. എത്ര രൂപയ്ക്ക് വാങ്ങി, ഏതാണ് ഡേറ്റ്, എത്ര രൂപയ്ക്ക് വിറ്റു, ഏതാണ് വിറ്റ ഡേറ്റ്, ഇത്രയാണ് കാണിക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഞാനൊരു എക്സാമ്പിളിന് ഞാനൊരു കോയിൻ ഞാനിവിടെ 1000 രൂപയ്ക്ക് വാങ്ങിയിട്ടുണ്ട്. അത് ഞാൻ സെല്ല് ചെയ്ത സമയത്ത് എൻ്റെ ടോട്ടൽ ആ കോയിനിന് കിട്ടിയ പ്രോഫിറ്റ് അടക്കം ഞാനിപ്പോൾ 1000 രൂപ ഇട്ടു. കുറച്ച് ഒരു മാസമോ അല്ലെങ്കിൽ 2 മാസമോ ഹോൾഡ് ചെയ്ത സമയത്ത് ഞാൻ 1000 രൂപ ഇട്ടത് എന്തായി 1500 രൂപയായിട്ട് മാറി. ഓക്കെ, അപ്പോൾ എനിക്ക് കാണാൻ പറ്റും ടോട്ടൽ ഞാൻ ഈ ഒരു ട്രാൻസാക്ഷനിൽ ഏൺ ചെയ്തിട്ടുള്ള പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 500 രൂപയാണ്. ഇവിടെ കാണുന്നുണ്ടല്ലോ. ഇനി ഡേറ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ കോയിൻ വാങ്ങിയ ഡേറ്റ് ഇവിടെ ചൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ കോയിൻ വാങ്ങിയിട്ടുള്ളത് 2024 ജനുവരി മാസം 8-ാം തീയതിയാണെന്ന് കൊടുക്കുന്നത്. ഇതെല്ലാം എക്സാമ്പിളാണ് കേട്ടോ. എങ്ങനെ നിങ്ങൾക്ക് കൃത്യമായി ഈ ഒരു ഡാറ്റ എടുക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇനി ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഞാൻ ആ കോയിൻ വിറ്റത് ഏകദേശം 2024 തന്നെ ഒരു മാർച്ച് മാസത്തിലാണെന്ന് കൊടുക്കാം. ഓക്കെ, 8-ാം തീയതി തന്നെ കിടക്കട്ടെ. അപ്പോൾ 2 മാസക്കാലം ഞാൻ ഈ ഒരു കോയിൻ ഹോൾഡ് ചെയ്തു. എനിക്ക് അവിടുന്ന് 500 രൂപ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ ടോട്ടൽ വരുന്ന പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 500 രൂപയാണെന്ന് അവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഞാനിത് സേവ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റും ഈ ഒരു ട്രാൻസാക്ഷൻ ഇവിടെ ആഡ് ആയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് അടുത്ത ട്രാൻസാക്ഷൻ ആഡ് ആക്കണം. അതിന് ആഡ് അനദർ കൊടുക്കുന്നു. അതിനുശേഷം ഞാൻ വീണ്ടും ഒരു എക്സാമ്പിൾ ഡേറ്റ് ഇവിടെ ചൂസ് ചെയ്യുകയാണ്. 2024 ഫെബ്രുവരി മാസത്തിൽ 8-ാം തീയതി ഞാൻ ആ ഒരു കോയിൻ വാങ്ങുന്നു. അതിനുശേഷം 2024 തന്നെ ഫെബ്രുവരി മാസത്തിൽ ഞാൻ ആ ഒരു 9-ാം തീയതി തന്നെ ആ കോയിൻ ഞാൻ സെല്ലും ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ആ കോയിൻ വാങ്ങിയത് നേരത്തെ പോലെ തന്നെ 1000 രൂപയ്ക്കാണ്. പക്ഷേ ഞാൻ അടുത്ത ദിവസം ആ കോയിൻ സെല്ല് ചെയ്ത സമയത്ത് എനിക്ക് ലോസ് ആണ് ഉള്ളത് എന്ന് വിചാരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 900 രൂപയുള്ളൂ.
ഓക്കെ, 100 രൂപ ലോസിൽ ഞാൻ ആ കോയിൻ സെല്ല് ചെയ്തു. പക്ഷേ നമുക്ക് കാണാൻ പറ്റും പ്രോഫിറ്റ് അവിടെ 0 ആണുള്ളത്. അത് -100 എന്നുള്ളതാവുന്നില്ല. അപ്പോൾ നിങ്ങൾ ഇത്രയാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്ക് എത്രയൊക്കെ പ്രോഫിറ്റ് ഉണ്ടോ അതിൻ്റെ എല്ലാം ടാക്സ് നിങ്ങൾ പേ ചെയ്യണം. പക്ഷേ നിങ്ങൾക്ക് ലോസുകൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ടോട്ടൽ പ്രോഫിറ്റ് നിന്ന് ആ ലോസ് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സെറ്റ് ഓഫ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കിവിടെ മൈനസിലേക്ക് പോവില്ല. നമുക്ക് ലോസ് ആണെങ്കിൽ ടാക്സ് അടയ്ക്കേണ്ട എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മൾ കഴിഞ്ഞ ട്രാൻസാക്ഷനിൽ നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് നിന്ന് ഈ ഒരു ലോസ് മൈനസ് ആക്കിക്കൊണ്ട് റൗണ്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സേവ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ട്രാൻസാക്ഷൻ ഇവിടെ സേവ് ആയത് കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എത്ര ട്രാൻസാക്ഷൻ ഉണ്ടോ അതെല്ലാം എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിന് നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു ടാക്സ് റിപ്പോർട്ട് ആവശ്യമാണ്. നിങ്ങൾ ഏതൊക്കെ ഡേറ്റിനാണ് വാങ്ങിയത്, ഏത് ഡേറ്റിനാണ് വിറ്റത്, ക്യാപിറ്റൽ ഇൻകം ആണ്, എത്ര രൂപയ്ക്ക് വാങ്ങി, എത്ര രൂപയ്ക്ക് വിറ്റു, ടോട്ടൽ പ്രോഫിറ്റ് എത്രയാണ് എന്ന് കാണിക്കുന്ന ഇതുപോലുള്ള ഒരു റിപ്പോർട്ട് നിങ്ങൾക്ക് ആവശ്യമാണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ചെയ്യാവുന്നത് മാനുവലി നിങ്ങൾ വാങ്ങിയ എക്സ്ചേഞ്ചിൽ നിന്ന് പോയി നോക്കാം. ഞാൻ ഏത് ഡേറ്റിന് വാങ്ങി, എത്ര രൂപയ്ക്ക് വാങ്ങി, എത്ര രൂപയ്ക്ക് വിറ്റു, ഏത് ദിവസം വിറ്റു, ഈ 4 കാര്യങ്ങൾ നിങ്ങൾക്ക് നോക്കി ഒരു ബുക്കിലേക്ക് എഴുതി വെച്ചതിന് ശേഷം ഫില്ല് ചെയ്യാം. അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യാം. അതെങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു വീഡിയോ തന്നെ അത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ആ റിപ്പോർട്ട് നോക്കി ഓരോന്നും എൻ്റർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, നിങ്ങൾ കുറഞ്ഞ ട്രേഡ് മാത്രം 10ൽ താഴെ ട്രേഡ് മാത്രം ചെയ്ത ആളാണ് എന്നുണ്ടെങ്കിൽ, ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ട്രേഡുകൾ ചെയ്ത ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഓപ്ഷൻ ചൂസ് ചെയ്യേണ്ടത് ഓഫ്ലൈൻ മെത്തേഡാണ്. ഓഫ്ലൈൻ മെത്തേഡ് നമ്മളിത് കഴിഞ്ഞാൽ കാണിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓഫ്ലൈൻ മെത്തേഡ് ചെയ്യുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ പോലും ഇതുപോലെ 1-2 ട്രാൻസാക്ഷൻ ഒന്ന് എൻ്റർ ചെയ്യുക എക്സാമ്പിൾ ആക്കിയിട്ട്. കാരണം നമുക്ക് നമ്മുടെ പ്രീഫിൽ ഡാറ്റ ജനറേറ്റ് ചെയ്യാനാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. ഓക്കെ, കൺഫേം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ചെയ്ത് കഴിഞ്ഞാൽ ഷെഡ്യൂൾ വീഡിയോ കൺഫേം ആയി. ഇനി ഷെഡ്യൂൾ അതർ സോഴ്സസ് ആണ്. ഇവിടെ എല്ലാം നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് എല്ലാ ഡീറ്റെയിൽസും വെരിഫൈ ചെയ്യുക, അതിനുശേഷം കൺഫേം ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. എല്ലാ ഷെഡ്യൂളും കൺഫേം ആക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ അടുത്തത് ഉള്ളതെന്ന് പറഞ്ഞാൽ CVL ആണ്, ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ് ആണ്. അതും ജസ്റ്റ് കയറുക, കൺഫേം ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. BFL, CFL എല്ലാം തന്നെ അങ്ങനെ ജസ്റ്റ് കയറുക, കൺഫേം ചെയ്യുക. ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഇൻകം ആണ്. ഇതിലാണ് ഞാൻ പറഞ്ഞത് സ്പെഷ്യൽ റേറ്റ് 30% എന്ന് പറയുന്ന സ്പെഷ്യൽ റേറ്റ്. ഈ സ്പെഷ്യൽ ഇൻകം ആയതുകൊണ്ടാണ്, ക്രിപ്റ്റോ ആയതുകൊണ്ടാണ് നമുക്ക് വരുന്നത്. താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കൃത്യമായിട്ട് ആ ഡീറ്റെയിൽസ് ഈ ഒരു ഇവിടെ കാണുന്ന ഈ ഒരു ഫോമിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും താഴെ വന്നാൽ കാണാൻ പറ്റും 115 BBH പ്രകാരം ഇൻകം ഫ്രം ട്രാൻസ്ഫർ ഓഫ് വെർച്വൽ ഡിജിറ്റൽ അസറ്റ്. അതായത് ക്രിപ്റ്റോയിലൂടെ നമുക്ക് കിട്ടിയ ഇൻകമാണ് 500 രൂപ. 500 രൂപയുടെ 30% ആയിട്ടുള്ള 150 രൂപയാണ് നമുക്ക് അവിടെ ടാക്സ് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ 500 രൂപയാണ് പ്രോഫിറ്റ് ഉണ്ടാക്കിയെങ്കിൽ പോലും 150 രൂപ അവിടെ നിങ്ങൾ എന്താണ് ടാക്സ് അടയ്ക്കേണ്ടി വരുന്നുണ്ട്. ആ ഒരു കാര്യം മനസ്സിലാക്കുക. അതാണ് സ്പെഷ്യൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് കൺഫേം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു ഷെഡ്യൂളും കൺഫേം ആവുന്നതാണ്. ഓക്കെ, ഇനിയുള്ളത് ഷെഡ്യൂൾ 6A ആണ്. അതിലും ഇതുപോലെ തന്നെ കയറുക. അതിനുശേഷം എന്ത് ചെയ്യുക, കൺഫേം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും അടുത്ത ഷെഡ്യൂളുകളെല്ലാം തന്നെ AMTC പാർട്ട് B TI, ടാക്സ് പെയ്ഡ് പാർട്ട് B TTI, ഈ 4 കയറി കൺഫേം ചെയ്യുക. ഇവിടെ നിങ്ങൾ ടാക്സ് പെയ്ഡ് എന്ന് പറയുന്ന ഷെഡ്യൂളിലേക്ക് വരുമ്പോൾ നിങ്ങൾ പേ ചെയ്ത TDS കാര്യങ്ങളെല്ലാം കാണാം. മറ്റു ടോട്ടൽ ഗ്രോസ് എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി കോയിൻ സ്വിച്ച് യൂസ് ചെയ്തുകൊണ്ട് 100 രൂപ ട്രേഡ് ചെയ്തിട്ടുണ്ട്. കോയിൻ D6 യൂസ് ചെയ്തുകൊണ്ട് 4327 രൂപ ഈ ഒരു കഴിഞ്ഞ വർഷം ട്രേഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ DDS ആണ് അവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞത്. ഓരോന്നിലും നമുക്ക് TDS എത്ര ഉണ്ട്, നമ്മൾ എത്ര ട്രേഡ് കൊടുത്തു എന്ന് ഗവൺമെൻറ്റിന് അറിയാം. നിങ്ങൾ KYC ചെയ്ത എക്സ്ചേഞ്ചാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, നോ KYC ആണ് എന്നുണ്ടെങ്കിൽ അറിയില്ല. പക്ഷേ അത് നിയമം തെറ്റിക്കൽ തന്നെയാണ്. കൃത്യമായിട്ട് നോൺ KYC ആണെങ്കിൽ നിങ്ങൾ ഓരോ ട്രാൻസാക്ഷൻ റിപ്പോർട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ആസ് ആൻ ഇന്ത്യൻ. ഓക്കെ, ആ കാര്യം മനസ്സിലാക്കുക. അതിനുശേഷം ഇതും കൺഫേം ചെയ്യാം. ഓക്കെ, പിന്നെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഉള്ളത് പാർട്ട് B TTI ആണ്. ഇവിടെ നമുക്ക് നേരത്തെ നമ്മൾ കൊടുത്ത ഇൻകത്തിൻ്റെ ഡീറ്റെയിൽസും എവിടെ നിന്ന് നിങ്ങൾക്ക് വേറെ ഇൻകം ഉണ്ടെങ്കിൽ അതും എവിടെ നിന്നൊക്കെ വന്ന് കിടക്കുന്ന ഇൻകംസ് ഉണ്ട് അതെല്ലാം ഇവിടെ കാണാൻ പറ്റും. ടാക്സസ് ടോട്ടൽ പെയ്ഡ് എന്ന് പറയുന്നത് 42 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ചെയ്ത് കൊടുക്കുന്ന ആൾ ഓൾറെഡി TDS ആയിട്ട് 42 രൂപ ഗവൺമെൻറ്റിലേക്ക് ഓൾറെഡി പേ ചെയ്ത് കഴിഞ്ഞു. ഓരോ ട്രാൻസാക്ഷനും 1% TDS പിടിക്കുമല്ലോ. അങ്ങനെ പിടിച്ച് ഒരു വർഷം മുഴുവൻ അക്യുമുലേറ്റ് ആയ എമൗണ്ടാണിത്. നിങ്ങൾക്ക് എമൗണ്ട് വ്യത്യാസമായിരിക്കും. നിങ്ങൾ എത്രത്തോളം ട്രേഡ് എത്രത്തോളം എമൗണ്ട് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ എല്ലാം 1% ഓരോ ട്രാൻസാക്ഷനും കട്ടായതായിരിക്കും ഇവിടെ വന്ന് കാണാം. ഓക്കെ, അപ്പോൾ അടുത്ത ഓപ്ഷനിൽ നമ്മൾ നോ ആണ് ചൂസ് ചെയ്യേണ്ടത്. അതിനുശേഷം ഇവിടെ ഇപ്പോൾ തന്നെ പേ നൗ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, പേ ലേറ്റർ എന്ന് പറയുന്ന ഓപ്ഷനും ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പേ നൗ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എമൗണ്ട് പേ ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾ കണ്ടിന്യൂ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പേയ്മെൻറ്റ് നടത്തിക്കൊണ്ട് ടാക്സ് പേയബിൾ ആയിട്ടുള്ള എമൗണ്ട് പേ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇവിടെ എൻ്റെ കേസിൽ 110 രൂപയാണ് കാണിക്കുന്നത്. പേ ലേറ്റർ ഓപ്ഷന് നമുക്ക് അവൈലബിൾ ആണ്. അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തായാലും ഞാനിപ്പോൾ നിലവിൽ പേ ചെയ്യുന്നില്ല. കാരണം ഞാൻ എക്സാമ്പിളായിട്ടാണ് ആ വീഡിയോയിൽ ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ചെയ്ത് കൊടുക്കുന്ന ആൾക്ക് ഏകദേശം 40 ട്രാൻസാക്ഷനുകളുണ്ട്. ഒരുപാട് ട്രാൻസാക്ഷൻ ഓഫ്ലൈൻ ട്രാൻസാക്ഷനിലേക്ക് പോകേണ്ട ആളാണെങ്കിലാണ് ഇതുപോലെ എക്സാമ്പിളായിട്ട് എമൗണ്ട് ഒക്കെ എൻ്റർ ചെയ്ത് പോവേണ്ടത്. ഓക്കെ, ഇവിടെ വീണ്ടും ബാക്ക് ടു സമ്മറി കൊടുക്കുകയാണ്.
ഇപ്പോൾ കാണാൻ പറ്റും അത് കൺഫേം ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ ചെയ്യേണ്ടത് പ്രൊസീഡ് ടു വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് അതുപോലെ തന്നെ ഫാദറിൻ്റെ നെയിം എൻ്റർ ചെയ്യാനുണ്ട്. ആദ്യം ഇതൊന്ന് ചെക്ക് ബോക്സ് ചെക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഫാദറിൻ്റെ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ സ്ഥലവും ഡേറ്റും ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം പറ്റും. പിന്നെ നിങ്ങളുടെ റിട്ടേൺ ഒരു ടാക്സ് റിട്ടേൺ പ്രിപ്പയർ ആണ് അല്ലെങ്കിൽ ടാക്സ് കൺസൾട്ടൻ്റ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അയാളുടെ ഡീറ്റെയിൽസ് ഇവിടെ താഴെ കൊടുക്കണം. അതെന്തായാലും ഇപ്പം ഞാൻ സ്വന്തമായിട്ടാണ് ചെയ്യുന്നത് ഉള്ളതുകൊണ്ട് തന്നെ അത് കൊടുക്കുന്നില്ല. ശേഷം ഇവിടെ പ്രൊസീഡ് ടു വാലിഡേഷൻ എന്ന് പറയുന്ന ബട്ടൺ കാണാം, അത് കൊടുക്കുക. ഓക്കെ, ഇവിടെ 3 എറേഴ്സ് വന്നിട്ടുണ്ട്. ബാക്കിൽ വന്നതിന് ശേഷം ഞാനിവിടെ ടാക്സ് പെയ്ഡിലേക്ക് TDSലാണ് എന്തോ എറർ കാണിച്ചത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ടാക്സ് ഡിഡക്റ്റഡ് ഓൺ സോഴ്സിൽ ഇത് ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്യുന്നു. അതിനുശേഷം എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം താഴത്തേക്ക് വന്നതിന് ശേഷം ഇവിടെ ഹെഡ് ഓഫ് ഇൻകം എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഓക്കെ, ഇവിടെ കാണാൻ പറ്റും ഹെഡ് ഓഫ് ഇൻകം. ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ക്യാപിറ്റൽ ഗെയിൻസ് ഇവിടെ കാണാൻ പറ്റും, ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻസ് അത് കൊടുക്കുന്നു, സേവ് കൊടുക്കുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ TDS കട്ടായ സോഴ്സ് ഞാൻ സെലക്ട് ചെയ്യുന്നു, എഡിറ്റ് കൊടുക്കുന്നു, താഴത്തേക്ക് വരുന്നു. അതിനുശേഷം ഇവിടെയും ഈ ഒരു ഹെഡ് ഓഫ് ഇൻകം കോളം 12 എന്ത് ചെയ്യുന്നു, ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻസ്. ഇപ്പോൾ എനിക്കിത് മനസ്സിലാതെ ഞാൻ ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ എന്താണെന്ന് വായിച്ച് നോക്കി കണ്ടുപിടിക്കണം എന്താണ് എറർ വരുന്നതെന്നുള്ളത്. ഓക്കെ, ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ കൊടുക്കുന്നു, സേവ് ചെയ്യുന്നു, കൺഫേം കൊടുക്കുന്നു. ഇനി എന്താണ് എറർ വരുന്നത് നോക്കാം. പ്രൊസീഡ് ടു വാലിഡേഷൻ പോകുന്നു. ഇത് കാണാൻ പറ്റും വീണ്ടും ഒരു എററും കൂടെ ഉണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ വാല്യൂ ഇൻ ടേബിൾ F8 എന്തോ മിസ്റ്റേക്സ് ഉണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. അതിനുശേഷം ഇവിടെ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്ന ഷെഡ്യൂളിലേക്ക് കയറുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കോളം Fൽ വന്നതിന് ശേഷം ക്യാപിറ്റൽ ഗെയിൻ ഡീറ്റെയിൽസിൽ ഏറ്റവും താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ക്യാപിറ്റൽ ഗെയിൻസ് ഓൺ ട്രാൻസ്ഫർ ഓഫ് വെർച്വൽ ഡിജിറ്റൽ അസറ്റ് എന്ന് പറയുന്നത് നമുക്ക് എത്രയാണെന്നുള്ളത് കൊടുക്കണം. അത് ഇവിടെ 0 ആണ് കിടക്കുന്നത്. ഞാൻ കൊടുത്ത ട്രാൻസാക്ഷൻ അനുസരിച്ച് 2 ട്രാൻസാക്ഷനാണ് എക്സാമ്പിൾ നിങ്ങൾക്ക് ആഡാക്കി കാണിച്ചു തന്നത്. നിങ്ങളുടെ ട്രാൻസാക്ഷൻ അനുസരിച്ച് എത്ര ക്യാപിറ്റൽ ഗെയിൻ ആണോ നിങ്ങൾക്ക് വന്നത്. എൻ്റെ കേസിൽ 500 ആയിരുന്നു ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടായിരുന്നത്. ആ ഒരു 500 ഞാനിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അതിനുശേഷം കൺഫേം ചെയ്യുന്നു. ഇനി നമുക്ക് എറർ വരുമോ ഇല്ലയോ നോക്കാം. വീണ്ടും പ്രൊസീഡ് ടു വെരിഫിക്കേഷൻ കൊടുക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും വാലിഡേഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എറേഴ്സൊക്കെ സോൾവ് ആണെങ്കിൽ വാലിഡേഷൻ സക്സസ് ആവും. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ഡൗൺലോഡ് JSON എന്ന് പറയുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് JSON ഫയൽ എടുക്കുക എന്നുള്ളതാണ്. ഇതിലാണ് നമ്മൾ ഓഫ്ലൈൻ യൂട്ടിലിറ്റി യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ഫില്ലപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഓൺലൈൻ മെത്തേഡ് യൂസ് ചെയ്യുന്ന ആളാണെങ്കിലും ഓഫ്ലൈൻ മെത്തേഡ് യൂസ് ചെയ്യുന്ന ആളാണെങ്കിലും ഞാനിപ്പോൾ ചെയ്ത ഇത്രയും സ്റ്റെപ്പുകൾ ചെയ്യണം എങ്കിലാണ് JSON ഫയൽ നമുക്ക് കിട്ടുക. അല്ല നോർമൽ പ്രീഫിൽ നമുക്ക് കിട്ടും, പക്ഷേ ഒരുപാട് ഡീറ്റെയിൽസ് നമ്മൾ അപ്പോൾ ഈ ഒരു എക്സൽ ഫയലിൽ വന്ന് ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് വരും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ ചെയ്ത് ഇങ്ങനെ സിമ്പിളാക്കി പോകുന്നത്. ഇതാണ് ഏറ്റവും സിമ്പിളസ്റ്റ് പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ ഡൗൺലോഡ് JSON ആദ്യം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്ത പ്രോസസ്സ് ഇവിടെ JSON ഫയലായിട്ട് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നും അടിച്ചുണ്ടാക്കേണ്ട ആവശ്യമില്ല ഓഫ്ലൈൻ ഫയൽ ചെയ്യുന്ന സമയത്ത്. ഇനി ഓൺലൈൻ ഫയലിംഗ് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ പ്രിവ്യൂ ക്ലിക്ക് ചെയ്യുക. ഇനി ഓഫ്ലൈനിലേക്ക് കിടക്കുന്നവരാണെങ്കിൽ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ കൊടുത്ത മുഴുവൻ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റും. ഷെഡ്യൂൾസ് കാര്യങ്ങളെല്ലാം കാണാം. ഇതെല്ലാം വെരിഫൈ ചെയ്തതിന് ശേഷം പ്രൊസീഡ് ടു വാലിഡേഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, പ്രൊസീഡ് ടു വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ നമുക്ക് വെരിഫിക്കേഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ആധാർ OTP ആണ് ഏറ്റവും ഈസിയസ്റ്റ്. ഇത് നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ നിങ്ങളുടെ ആധാർ നമ്പറുമായിട്ട് കണക്ട് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് OTP വരും. ആ OTP എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫയലിംഗ് കംപ്ലീറ്റ് ആയി. അത്ര ചെയ്യാനുള്ളൂ. ഓക്കെ, പിന്നെ പേയ്മെൻ്റ് ആണ്. നിങ്ങൾക്ക് പേ ചെയ്യാനുണ്ടെങ്കിൽ പേയ്മെൻറ്റ് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്ത് കൊടുക്കുക. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈൻ വെച്ച് ചെയ്യുന്ന ടാക്സ് ഫയലിംഗ് കംപ്ലീറ്റ് ആയി. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. ടെലഗ്രാമിൽ ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ലോസ് ആണെങ്കിൽ പോലും ക്രിപ്റ്റോയിലൂടെ നിങ്ങൾ ട്രാൻസാക്ഷൻ ചെയ്തിട്ടുണ്ടെന്ന് കാണിക്കണം. ടാക്സ് പേ ചെയ്യാനുണ്ടെങ്കിൽ പേ ചെയ്യേണ്ട, നിങ്ങൾക്ക് ലോസ് ഉണ്ട് എന്ന് കാണിച്ചാൽ മതി. ഓക്കെ, പക്ഷേ അത് കൃത്യമായുള്ള ഡാറ്റ ആയിരിക്കണം. നിങ്ങൾ വെറുതെ പ്രോഫിറ്റ് ഉണ്ടായിട്ട് ലോസ് ആണെന്ന് പറഞ്ഞ് കാണിക്കരുത്. അത് ഭാവിയിൽ വലിയ ദോഷം ഉണ്ടാക്കും. നിങ്ങൾക്ക് ടാക്സ് പേയബിൾ ഇല്ല എന്നുണ്ടെങ്കിൽ പൈസ അടയ്ക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങൾ ട്രാൻസാക്ഷൻ ചെയ്തിട്ടുണ്ടെന്ന് ഗവൺമെൻറ്റിനെ കാണിക്കണം, ഗവൺമെൻറ്റിനെ അറിയിക്കണം. ആ ഫയലിംഗ് ആണ് നമ്മളിപ്പോൾ ചെയ്തത്. ഓക്കെ, ഇനി വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ചെയ്യുന്നില്ല. ഓക്കെ, ഓൺലൈൻ ഫയലിങ്ങിനുള്ളവർക്ക് മെത്തേഡോടെ കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഓഫ്ലൈൻ ഫയലിംഗ് ആണ്. ഓഫ്ലൈൻ ഫയലിങ്ങിന് വേണ്ടി നമുക്ക് എക്സൽ യൂട്ടിലിറ്റി ഡൗൺലോഡ് ചെയ്യാനായിട്ട് നിങ്ങളുടെ അക്കൗണ്ട് ജസ്റ്റ് ലോഗ് ഔട്ട് ചെയ്യുക. അതിനുശേഷം ഹോം പേജിലേക്ക് വരിക. ഓക്കെ, എന്നിട്ട് ഡൗൺലോഡ്സ് എന്ന് പറയുന്ന ടാബ് കാണാം, അതിലേക്ക് വരിക. അതിലേക്ക് വന്നതിന് ശേഷം താഴത്തേക്ക് വരിക. ഇവിടെ ITR2 എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം, ഡ്രോപ്പ് ഡൗൺ മെനു ആണ്. അതോ ഡ്രോപ്പ് ഡൗൺ മെനു ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇവിടെ എക്സൽ യൂട്ടിലിറ്റി കാണാം, യൂട്ടിലിറ്റി എക്സൽ ബേസ്ഡ്. ഇത് ജസ്റ്റ് എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എക്സൽ ബേസ്ഡ് ഫയൽ ഡൗൺലോഡ് ആവുന്നതാണ്. ഇവിടെ ഡൗൺലോഡ്സിലേക്ക് വന്നാൽ കാണാൻ പറ്റും നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത എക്സൽ യൂട്ടിലിറ്റി ഉണ്ട്, നമ്മൾ ഡൗൺലോഡ് ചെയ്ത നമ്മുടെ JSON ഫയൽ ഉണ്ട്, നമ്മൾ ഓൺലൈൻ മെത്തേഡ് ഫയൽ ചെയ്ത
ഫയൽ ചെയ്തതല്ല, ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത ഫയലാണ് ഈ JSON ഫയൽ. അപ്പോൾ ആ ഡീറ്റെയിൽസ് നമുക്ക് ഇനി ഇമ്പോർട്ട് ചെയ്താൽ മതി. അതിനാണ് ഇത് ചെയ്തത്. അല്ലെങ്കിൽ നമ്മൾ ഈ യൂട്ടിലിറ്റിയിൽ മുഴുവൻ ഡീറ്റെയിൽസും ആദ്യം മുതൽ ഫില്ല് ചെയ്ത് വരേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓഫ്ലൈൻ ചെയ്യുന്നവരാണെങ്കിലും ഓൺലൈൻ ചെയ്യുന്നവരാണെങ്കിലും ഓൺലൈൻ മെത്തേഡ് ആദ്യം ഒന്ന് ഫില്ല് ചെയ്ത് വരിക. ഓൺലൈൻ മാത്രം ചെയ്യുന്നവരാണെങ്കിൽ അവിടെ തന്നെ പേയ്മെൻറ്റ് ചെയ്ത് അത് കംപ്ലീറ്റ് ആയി. ഇനി ഓഫ്ലൈൻ വഴി ഒരുപാട് ട്രാൻസാക്ഷൻസ് ഉള്ളവർക്കാണ് ഓഫ്ലൈൻ മെത്തേഡ് ചെയ്യേണ്ടത്. അവർക്കാണ് ഇങ്ങനെ പ്രീഫിൽ ഡാറ്റയൊക്കെ വേണ്ടത്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് റിപ്പോർട്ട് വേണം. ആ റിപ്പോർട്ട് എങ്ങനെ എടുക്കാമെന്ന് ഞാൻ ഇപ്പോൾ തന്നെ കാണിക്കാം. ഓക്കെ, റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നേരത്തെ കാണിച്ചതാണ്. ഇതുപോലെ നമുക്ക് ഡേറ്റ്, ക്യാപിറ്റൽ ഗെയിൻ, ഡീറ്റെയിൽസ് എല്ലാം ഉള്ള റിപ്പോർട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടത് ആദ്യം നമ്മുടെ ഈ ഒരു ഫയൽ എക്സ്ട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇത് സിപ്പ് ഫയലാണ്. ഇത് എക്സ്ട്രാക്ട് ചെയ്യുകയാണ്. ഞാൻ ഇവിടെ തന്നെ എക്സ്ട്രാക്ട് ചെയ്യുകയാണ്. എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഫോൾഡർ കിട്ടും. അതിലേക്ക് കയറുക. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ITR2ൻ്റെ ഒരു എക്സൽ ഫയലൂടെ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇത് ചില സമയത്ത് മൈക്രോസോഫ്റ്റ് ബ്ലോക്ക് ചെയ്യും. ബ്ലോക്ക് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക, അതിൻ്റെ പ്രോപ്പർട്ടീസിലേക്ക് പോവുക. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് അൺബ്ലോക്ക് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കണ്ടോ? ഈ സെക്യൂരിറ്റിയിൽ അൺബ്ലോക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ചെക്ക് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്ത് ഓക്കെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ മാക്രോ ഫയൽ റൺ ആവുന്നത് എന്ത് ചെയ്യില്ല, മൈക്രോസോഫ്റ്റ് ബ്ലോക്ക് ചെയ്യില്ല. അല്ല എന്നുണ്ടെങ്കിൽ മൈക്രോസോഫ്റ്റ് മാക്രോ ഫയൽ ബ്ലോക്ക് ചെയ്യുകയും നമ്മുടെ XLE ഫയൽ റൺ ആവാതെ വരികയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയി. എന്നിട്ട് ഇത് Excel ഓപ്പൺ ചെയ്യുക. പക്ഷേ മാക്രോ ഫയൽ റൺ ആക്കണം എന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമുണ്ട്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. എന്തായാലും ഈ ഫയലൊന്ന് ഓപ്പൺ ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ഫയൽ ഓപ്പണായി വന്നിട്ടുണ്ട്. ഇത് ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ എല്ലാ ഷെഡ്യൂൾസും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ബേസിക്കായുള്ള എല്ലാ ഫയൽസും ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ മാക്രോ റൺ ആവുന്നത് നമ്മൾ ഓൾറെഡി സോൾവ് ചെയ്തു. ഇനി ഇവിടെ തന്നെ മാക്രോൻ്റെ എന്തെങ്കിലും പോപ്പപ്പ് വരികയാണെങ്കിൽ അത് എൻ്റർ ചെയ്ത് ഓപ്പൺ ചെയ്ത് കൊടുക്കുക, എനേബിൾ ചെയ്ത് കൊടുക്കുക മാക്രോ. ഓക്കെ, അപ്പോൾ മാക്രോ അൺബ്ലോക്ക് നമ്മൾ ചെയ്തു. അതുകൊണ്ട് തന്നെ മാക്രോ ഇവിടെ വർക്ക് ആവുന്നുണ്ട്. മാക്രോ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ജനറലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരുപാട് ബട്ടൺസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ബട്ടൺസ് ഒക്കെ വർക്ക് ആവണമെന്നുണ്ടെങ്കിൽ മാക്രോ എനേബിൾഡ് ആവണം. ഓക്കെ, അപ്പോൾ മാക്രോ ആണ് നമ്മളിപ്പോൾ നേരത്തെ അൺബ്ലോക്ക് ചെയ്ത് എനേബിൾ ചെയ്തത്. ഇനിയുള്ള പ്രശ്നം, മാക്രോ റൺ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള എക്സൽ എന്ത് ചെയ്യണം, ഒറിജിനൽ എക്സൽ അല്ലെങ്കിൽ നമുക്കൊരു പ്രീമിയം വേർഷൻ ഓഫ് എക്സൽ ആവണം നമ്മുടെ കയ്യിലുള്ളത്. ഫ്രീ എക്സൽ ഉണ്ടല്ലോ, ഫ്രീ എക്സലിൽ നമുക്ക് JSON ഫയൽ റൺ ആവും, പക്ഷേ മാക്രോ റൺ ആവില്ല. അപ്പോൾ നിങ്ങൾ മൈക്രോസോഫ്റ്റ് 365 പർച്ചേസ് ചെയ്ത ഒരാളാവണം, അല്ലെങ്കിൽ നിങ്ങൾ ക്രാക്ക് യൂസ് ചെയ്യുന്ന ആളാവണം. ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. അപ്പോൾ ഒറിജിനൽ എക്സലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ക്രാക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല, നിങ്ങളുടെ റിസ്ക് ആണത്. ആ ഡീറ്റെയിൽസ് കാര്യങ്ങൾ, ഡാറ്റ ലീക്കിൻ്റെ ഒക്കെ പ്രശ്നങ്ങളൊക്കെ വന്നേക്കാം. അപ്പോൾ ഒറിജിനൽ ഫ്രീ ആയിട്ട് എങ്ങനെ എടുക്കാം അത് ഞാനൊന്ന് പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങൾക്ക് ഒരിക്കലും PC ഫ്രീ ആയിട്ട് 365 കിട്ടില്ല. മൈക്രോസോഫ്റ്റ് 365 ഈ എക്സൽ, വേർഡ് എല്ലാം തന്നെ നമുക്ക് പ്രീമിയം കിട്ടുക. വാങ്ങണമെന്നുണ്ടെങ്കിൽ മന്ത്ലി 600 ചില്ലറ രൂപയാണ് നമുക്ക് ചിലവ്. ഇത് ഏറ്റവും ബിഗിനേഴ്സിന് വേണ്ടിയാണ് കേട്ടോ ഇതൊക്കെ ഞാൻ എടുത്ത് പറയുന്നത്, അല്ലെങ്കിൽ ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോൺ എടുക്കുക. എന്നിട്ട് പ്ലേ സ്റ്റോർ പോയതിനു ശേഷം എക്സൽ എന്ന് പറയുന്ന ആപ്പ് ഉണ്ടല്ലോ, മൈക്രോസോഫ്റ്റ് എക്സൽ ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ പറയും. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ പറയുന്ന സമയത്ത് നിങ്ങളോട് ഫ്രീ ട്രയൽ 30 ഡേ ഫ്രീ ട്രയൽ എടുക്കുന്നോ എന്ന് ചോദിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എന്താണ്, 30 ഡേ ഫ്രീ ട്രയൽ കൊടുക്കുക. എന്നിട്ട് ഒരു ബാങ്ക് അക്കൗണ്ടോ കാർഡോ കണക്ട് ചെയ്ത് കൊടുക്കുക. ബാങ്ക് അക്കൗണ്ട് കൊടുത്താലും മതി, എല്ലാവർക്കും കാർഡ് ഉണ്ടാവണമെന്നില്ല. ബാങ്ക് അക്കൗണ്ട് കൊടുക്കുക. അപ്പോൾ ഓട്ടോ പേ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഒരു 2 രൂപ പിടിക്കും അക്കൗണ്ട് വെരിഫൈ ചെയ്യാൻ വേണ്ടി. ആ 2 രൂപ പിടിച്ചതിന് ശേഷം നിങ്ങളുടെ ഫ്രീ ട്രയൽ ആക്ടിവേറ്റ് ആവും. 30 ദിവസത്തേക്ക് നിങ്ങൾക്ക് എക്സലോ മൈക്രോസോഫ്റ്റിൻ്റെ ഏത് സർവീസും പ്രീമിയം വേർഷൻ എല്ലാ ഫീച്ചേഴ്സും യൂസ് ചെയ്യാൻ പറ്റും ഫ്രീ ആയിട്ട്. ആ 2 രൂപ മാത്രമേ പിടിക്കുകയുള്ളൂ. ഓക്കെ, 2 രൂപ അക്കൗണ്ടിൽ നിന്ന് പിടിക്കും. മാൻഡേറ്റ് സെറ്റായി കഴിഞ്ഞാൽ 30 ദിവസം കഴിയുന്ന സമയത്താണ് പിന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് പിടിക്കാൻ തുടങ്ങുക. 30 ദിവസം കഴിഞ്ഞിട്ട്. അപ്പോൾ 30 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഫയൽസും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കിയതിന് ശേഷം ഏതിലാണോ നിങ്ങൾ മാൻഡേറ്റ് സെറ്റ് ചെയ്ത് വെച്ചത്, ഓട്ടോ പേ സെറ്റ് ചെയ്ത് വെച്ചത്, ആ ഓട്ടോ പേ ഓപ്പൺ ചെയ്യുക, ക്യാൻസൽ ഓട്ടോ പേ കൊടുക്കുക. ഓക്കെ, അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓട്ടോ പേ ക്യാൻസലാവും. പിന്നെ 1 മാസം കഴിയുമ്പോൾ ഫണ്ട് പിടിക്കില്ല. ആ 2 രൂപ ചിലവിൽ നമുക്ക് പ്രീമിയം എക്സൽ കിട്ടും. ഇതിപ്പോൾ 2 മിനിറ്റ് എടുത്ത് പറഞ്ഞത് ഏറ്റവും ബിഗിനേഴ്സിൽ പോലും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ആ സെയിം മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് നിങ്ങളുടെ PC ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പ്രീമിയം വേർഷൻ എക്സൽ കിട്ടും. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു, ഇനി ഡീറ്റെയിൽ ആക്കുന്നില്ല. അപ്പോൾ ആ ഫയൽ ഓപ്പൺ ചെയ്യുക. നമ്മുടെ എക്സൽ യൂട്ടിലിറ്റി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ജനറൽ ഇൻഫർമേഷൻ, നമ്മുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം എല്ലാം എൻ്റർ ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് എൻ്റർ ചെയ്യേണ്ടത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓൺലൈൻ മെത്തേഡിൽ ചെയ്തു വരിക. അപ്പോൾ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും ഓട്ടോമാറ്റിക്കലി ഫെച്ചായിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, നേരത്തെ JSON ഫയൽ ഡൗൺലോഡ് ചെയ്തു അല്ലേ, അതിവിടെ കാണാം ഇമ്പോർട്ട് JSON എന്ന് പറയുന്ന ബട്ടൺ. അത് ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഈസിയാണ്. എന്ത് ചെയ്യുന്നു, ഇമ്പോർട്ട് JSON ക്ലിക്ക് ചെയ്യുന്നു, ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത JSON ഫയൽ ഇവിടെ കാണാം. അതെന്ത് ചെയ്യുന്നു, ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ആവും. നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഫില്ലപ്പ് ചെയ്ത് കൊടുത്ത മുഴുവൻ ഡീറ്റെയിൽസും ഇവിടെ വരും. നമ്മൾ നേരത്തെ ഓൺലൈൻ മെത്തേഡിൽ ഫില്ല് ചെയ്തല്ലോ, ആ ഡീറ്റെയിൽസ് മുഴുവനും ഇവിടെ വരും.
നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം, ലോഡാവാൻ അത്യാവശ്യം സമയം എടുക്കും. ഇനി നിങ്ങൾ നേരെ പോകേണ്ടത് VDA എന്ന് പറയുന്ന താഴെ കാണുന്ന ടാബിലേക്കാണ്, വെർച്വൽ ഡിജിറ്റൽ അസറ്റ്. ഓക്കെ, ഇത് ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ കാണാം നമ്മൾ നേരത്തെ എൻ്റർ ചെയ്ത 2 ഫീൽഡുകൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. നേരത്തെ ഞാൻ എൻ്റർ ചെയ്ത് കൊടുത്ത ഡേറ്റ്, എല്ലാ കാര്യങ്ങളും, ക്യാപിറ്റൽ ഗെയിൻ ആണ്, എത്ര രൂപയാണ്, എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇത് രണ്ടും ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഈ രണ്ടും ഞാൻ ഡിലീറ്റ് ചെയ്തു. ഇനി നമ്മൾക്ക് വേണ്ടത് എന്താണ്, ഞാൻ നേരത്തെ കാണിച്ചു തന്നതുപോലെ ഇതുപോലത്തെ ഒരു റിപ്പോർട്ടാണ്. ഓക്കെ, ഈ ഒരു റിപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഓരോന്നും ഇവിടെ നിന്നും കോപ്പി ചെയ്ത് ഇവിടെ അടുത്തുള്ള എക്സൽ ഫോമിൽ വന്ന് ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള റിപ്പോർട്ട് എങ്ങനെ ജനറേറ്റ് ചെയ്യാം ഈസിലി, മൾട്ടിപ്പിൾ എക്സ്ചേഞ്ചുകൾ ഉണ്ടായിക്കോട്ടെ, ഒരു പ്രശ്നവുമില്ല. അതെങ്ങനെ ചെയ്യാം, അതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനതിന് വേണ്ടി യൂസ് ചെയ്യുന്നൊരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ കോയിനെക്സ് ആണ്. കോയിനെക്സ് നിങ്ങൾക്കറിയാം, Coin-D6ൻ്റെ ഒക്കെ പാർട്ണറാണ്. അതുപോലെ തന്നെ കോയിനെക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്രിപ്റ്റോ ടാക്സ് റിപ്പോർട്ടിംഗ്. അപ്പോൾ കോയിനെക്സ് സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓൾ ഇൻ വൺ പ്ലാറ്റ്ഫോമാണ്. നമ്മുടെ പോർട്ട്ഫോളിയോ ട്രാക്കിംഗ് നടത്താം, നമുക്ക് ടാക്സ് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാം, നമ്മളെ മൾട്ടിപ്പിൾ എക്സ്ചേഞ്ചസ് കണക്ട് ചെയ്ത് വെച്ചാൽ റിയൽ ടൈമിൽ നമ്മുടെ പോർട്ട്ഫോളിയോ ട്രാക്കിംഗ് നടക്കും, ലോസുകൾ ഓട്ടോമാറ്റിക്കലി ട്രാക്ക് ആവും, പ്രോഫിറ്റ് ഓട്ടോമാറ്റിക്കലി ട്രാക്ക് ആവും. അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ്, ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് കോയിനെക്സിൽ നിന്ന് കിട്ടും. അപ്പോൾ അങ്ങനെ സെക്യൂർ ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ് കോയിനെക്സ് എന്ന് പറഞ്ഞാൽ. നമ്മളിപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ടാക്സ് റിപ്പോർട്ടിംഗ് ഈ ഒരു ഫോം അല്ലെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ മുഴുവൻ എക്സ്ചേഞ്ചുകളും കണക്ട് ചെയ്ത് നമ്മുടെ മുഴുവൻ പ്രോഫിറ്റുകളും ലോസുകളും കാൽക്കുലേറ്റ് ചെയ്യാനാണ് ഞാൻ ഈ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ ഏത് പ്ലാറ്റ്ഫോം വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് കോയിനെക്സ് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ മെയിൽ ID കൊടുത്ത് ജസ്റ്റ് ഒന്ന് സൈനപ്പ് ചെയ്യുക, സിമ്പിളാണ്. ജസ്റ്റ് ഒരു മെയിൽ ID കൊടുക്കുക, അതിനോട്ട് റോബോട്ട് കൊടുക്കുക, എഗ്രി കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്കാണ് വരിക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാം ഒറിജിനൽ വെബ്സൈറ്റുകളാണെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ URL ഇതാണ്, ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി ഈ പേജിലേക്കാണ് വരിക, ലോഗിൻ പേജിലേക്ക്. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്ക് നിങ്ങളെത്തും. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചൂസ് ചെയ്യേണ്ട ഫിനാൻഷ്യൽ ഇയർ 24-25 ആണ്. ഓക്കെ, അത് കൃത്യമായിട്ട് ചെയ്യുക. ഈ വർഷം ഫയൽ ചെയ്യുന്ന ആളാണെങ്കിൽ അടുത്ത വർഷമാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചൂസ് ചെയ്ത് പോവുക. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടതാണ്, നമ്മൾ ഇൻ്റഗ്രേഷൻസ് എന്ന് പറയുന്ന ഈ ഒരു പേജിലേക്ക് വരിക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് കാണാം മേജറായിട്ടുള്ള എല്ലാ എക്സ്ചേഞ്ചുകൾ, വാലറ്റുകൾ, ഡെക്സുകൾ എല്ലാം അവിടെ അവൈലബിൾ ആണ്. 14 പേജുകളുണ്ട്. ഈ 14 പേജസിൽ ഒരുപാട് നിങ്ങൾ യൂസ് ചെയ്യുന്ന എല്ലാ സർവീസുകളും കിട്ടും. ഇതെല്ലാം ഇവിടെ കണക്ട് ചെയ്ത് കൊടുക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നോൺ KYC ആണെങ്കിലും ഡെക്സ് ആണെങ്കിലും എല്ലാം കണക്ട് ചെയ്ത് ടാക്സ് പേ ചെയ്യേണ്ടത്. അത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിസ്ക് ആണത്. ഓക്കെ, ഗവൺമെൻറ്റിന് അറിയോ അറിയില്ല എന്നൊക്കെയുള്ളത് അടുത്ത സ്റ്റെപ്പാണ്. നമ്മളുടെ ഉത്തരവാദിത്തം ടാക്സ് പേ ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏത് എക്സ്ചേഞ്ച് ആയാലും, ഇപ്പോൾ സിംപ്ലി നിങ്ങൾക്ക് Coin-D6 ബൈബിറ്റോ, ബിങ്ങക്സോ, കോയിൻ സ്വിച്ചോ, ബൈനാൻസോ ഏത് വേണമെങ്കിലും കണക്ട് ചെയ്യാം. നിങ്ങളുടെ മൾട്ടിപ്പിൾ എക്സ്ചേഞ്ചിൽ യൂസ് ഉണ്ടെങ്കിൽ മൾട്ടിപ്പിളും കണക്ട് ചെയ്യാം. Coin-D6 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാം. ഒന്ന് API വെച്ചുകൊണ്ടാണ്, 2 എന്ന് പറഞ്ഞാൽ CSV ഫയൽ അപ്ലോഡ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, Coin-D6 ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡാറ്റ ഡൗൺലോഡ് ചെയ്ത് കിട്ടും. ഏത് എക്സ്ചേഞ്ച് ആയാലും ഡാറ്റ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ റീഡ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബ്ലോഗ് കൂടെ കിട്ടും. ഏത് എക്സ്ചേഞ്ച് ആയിക്കോട്ടെ, Coin-D6 ആയിക്കോട്ടെ, ബൈബിറ്റ് ആയിക്കോട്ടെ, എല്ലാത്തിനും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡ് വരെ കൊടുത്തിട്ടുണ്ട്. ഈ ഗൈഡ് വായിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏത് എക്സ്ചേഞ്ചും കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ എടുത്ത് പറയുന്നതിൻ്റെ ഒരേ ഒരു കാരണം, ഇതൊന്നും ഞാൻ വീഡിയോ കാണിക്കുന്നില്ല എല്ലാ എക്സ്ചേഞ്ചുകളും കണക്ട് ചെയ്യുന്നത്, കാരണം ഒരുപാട് സമയം വൈകും. നിങ്ങൾക്ക് ഇതുപോലെ ഗൈഡിൽ വരാം. ഇവിടെ വന്ന് ഗൈഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സ്ചേഞ്ചിൻ്റെ ഗൈഡിൽ കിട്ടും. ആ ഗൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം എന്നുള്ള ഓരോ സ്റ്റെപ്പും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇവർ കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റെപ്പ് നോക്കി നിങ്ങളുടെ എക്സ്ചേഞ്ച് ഇവിടെ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഓരോ എക്സ്ചേഞ്ചുകളും എങ്ങനെ കണക്ട് ചെയ്യണം എന്നുള്ള ഓരോ സ്റ്റെപ്പും വിത്ത് സ്ക്രീൻഷോട്ട്സ് അടക്കം അവിടെ കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈസിലി മൊബൈൽ ഫോൺ ആണെങ്കിൽ മൊബൈൽ ഫോൺ, PC ആണെങ്കിൽ PC, രണ്ടിൻ്റെ ഗൈഡ് ഇവിടെ ഉണ്ട്. ആ ഗൈഡ് നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ എക്സ്ചേഞ്ചുകളും കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ബൈബിറ്റ് അക്കൗണ്ട് അതുപോലെ തന്നെ എൻ്റെ ബിങ്ങക്സ് അക്കൗണ്ട് രണ്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. ബൈബിറ്റ് API വെച്ചിട്ടാണ് കണക്ട് ചെയ്തത്. ബിങ്ങക്സ് ആണെങ്കിൽ എൻ്റെ CSV ഫയലാണ് ഞാൻ ഡൗൺലോഡ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അത് രണ്ടും ഞാൻ ഗൈഡ് നോക്കി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ബൈബിറ്റും ഈ ഗൈഡ് തന്നെയാണ്. ബിങ്ങക്സും ബൈബിറ്റും എല്ലാം തന്നെ സിമ്പിളാണ്. ഇവിടെ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് എവിടെ നിന്നാണ് കിട്ടുക എന്നൊക്കെ തന്നെ ട്യൂട്ടോറിയലിൽ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ജനറേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പാസ്റ്റ് 1 ഇയർ എന്നുള്ളത് ചൂസ് ചെയ്തതിന് ശേഷം എല്ലാം ടിക്ക് ചെയ്ത് ജനറേറ്റ് കൊടുത്ത ഒരു 5-10 മിനിറ്റ് കൊണ്ട് ഇതുപോലെ ഫയൽ ഡൗൺലോഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കിട്ടും. അത് ഡൗൺലോഡ് കൊടുത്താൽ CSV ഫയൽ കിട്ടും. അത് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, കോയിനെക്സിൽ വന്നതിന് ശേഷം നിങ്ങളത് അപ്ഡേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ഈ കണക്ഷൻസ് ഇൻ്റഗ്രേഷൻസിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് വേണ്ട എക്സ്ചേഞ്ച് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ആഡ് ഇൻ്റഗ്രേഷൻ കൊടുക്കുക, പേര് സെർച്ച് ചെയ്യുക. ഇപ്പോൾ വിങ്ങക്സ് ഒന്നും മേലെ ഇല്ല എന്നുണ്ടെങ്കിൽ പേര് ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, ഇത് കൊടുക്കുക. ഇവിടെ CSV ഫയൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഈ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടുമല്ലോ. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇവിടെ കൊണ്ടുവന്ന് അപ്ലോഡ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ 1 മണിക്കൂറൊക്കെ എടുത്തേക്കാം കാൽക്കുലേഷൻ നടക്കാനായിട്ട്. ഇവിടെ കാണാൻ പറ്റും
ഇത് ഫെച്ച് ആവുന്നതേ ഉള്ളൂ, അത്യാവശ്യം സമയമെടുക്കും. ബിങ്ക്സിലാണാൻ പറ്റും 2100 ഉണ്ട്. ബൈബിറ്റ് ആണെങ്കിൽ 22 മിനിറ്റ് മുമ്പ് ഞാൻ കണക്ട് ചെയ്തതാണ്, പക്ഷേ 0 ട്രാൻസാക്ഷനാണ് കാണിക്കുന്നത്. ഇവിടെ കാണാൻ പറ്റും അപ്ഡേറ്റിംഗ് പോർട്ട്ഫോളിയോ. നമ്മുടെ പോർട്ട്ഫോളിയോ അപ്ഡേറ്റ് ആവുകയാണെങ്കിൽ ഒരു പ്രാവശ്യം ഇവിടെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ എല്ലാ വർഷത്തെ ട്രാൻസാക്ഷനും ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ട്രാക്ക് ആയിക്കൊണ്ടേ ഇരുന്നോളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ബൈബിറ്റ് ആവുന്നവരെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ വെയിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഞാനിപ്പോൾ നിലവിലുള്ള ബിങ്ക്സ് വെച്ച് തന്നെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ബിങ്ക്സ് മാത്രമാണ് നിലവിൽ കണക്റ്റ് ആയിട്ടുള്ളത്. അതും കൃത്യമായിട്ട് അപ്ഡേറ്റ് ഒന്നും ആയിട്ടില്ല, ആവുന്നേ ഉള്ളൂ. ഇവിടെ കാണാൻ പറ്റും അപ്ഡേറ്റിംഗ് ആണ്, സമയം എടുക്കും, ചിലപ്പോൾ 1 മണിക്കൂറോളൊക്കെ എടുത്തേക്കാം. അപ്പോൾ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഇവിടെ പോർട്ട്ഫോളിയോയിൽ ഡാഷ്ബോർഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിലവിലാണ് ഇൻവെസ്റ്റഡ് 8.8 ലക്ഷമാണ്. ഇപ്പോൾ കറണ്ട് അത് 9.94 ലാക്കായിട്ട് മാറിയിട്ടുണ്ട്. ഗെയിൻ എന്ന് പറയുന്നത് 1.87 ലാക്കാണ്. ഓക്കെ, ഇതിൽ ഒരുപാട് സ്പാം കോയിൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഈ ഗാർഡൻ സീഡ് എന്ന് പറയുന്ന കോയിൻ കാണാൻ പറ്റും. ഇത് എയർ ഡ്രോപ്പ് കിട്ടിയ കോയിനാണ്. 2 ലക്ഷം എയർ ഡ്രോപ്പ് കിട്ടിയിട്ടില്ല. ഓക്കെ, ഈ പുള്ളിക്ക് ഇത് ഒരു സ്പാം ആയിട്ടുള്ള ഒരു തെറ്റായുള്ള ട്രാൻസാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ആക്ഷൻസിൽ പോയതിനു ശേഷം മാർക്ക് ആസ് സ്പാം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താവും, ഈ ഒരു ട്രാൻസാക്ഷൻ ഇവിടുന്ന് മാറുകയും നിങ്ങൾക്ക് ബാക്കിയുള്ള ഡാറ്റ ഇവിടെ അപ്ഡേറ്റ് ആവുകയും ചെയ്യും. ഇവിടെ കാണാൻ പറ്റും 7.88, 7.36 ലോസുകളൊക്കെയാണ് കൂടുതലും വന്നിട്ടുള്ളത് ഈ പുള്ളിക്ക് ബിങ്ക്സ് അക്കൗണ്ടിൽ. ബൈബിറ്റിലാണ് ഇയാൾക്ക് കൂടുതൽ പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടതാണ്, നമുക്ക് ടാക്സ് റിപ്പോർട്ട് വേണം. അതിനുവേണ്ടി ടാക്സ് റിപ്പോർട്ട് എന്ന് പറയുന്ന ഈ പേജിലേക്ക് പോവുക. അതിനു മുമ്പ് നിങ്ങൾ യൂസ് ചെയ്യുന്ന എല്ലാ വാലറ്റുകളും എല്ലാ എക്സ്ചേഞ്ചുകളൂടെ കണക്റ്റ് ആക്കി ഇവിടെ എല്ലാം അപ്ഡേറ്റ് ആയി ഒന്ന് ഉറപ്പ് വരുത്തണം. നിലവിലൊരു അപ്ഡേറ്റ് ആയിട്ടില്ല, ഞാനിപ്പോൾ ബിങ്ക്സ് വെച്ച് മാത്രം കാണിച്ചു തരാണ്, സമയം പരിമിതി ഉള്ളതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ടാക്സ് റിപ്പോർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കംപ്ലീറ്റ് ടാക്സ് റിപ്പോർട്ട്, ഷെഡ്യൂൾഡ് വീഡിയോ റിപ്പോർട്ട്, ടാക്സ് ഫയലിംഗ് റിപ്പോർട്ട് എല്ലാം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഡെറിവേറ്റീവ് ട്രേഡിൻ്റെ റിപ്പോർട്ടാണ് വേണ്ടെങ്കിൽ അത് എല്ലാം തന്നെ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാം. ഓക്കെ, ബൈസെൽ റിപ്പോർട്ടാണ് വേണ്ടെങ്കിൽ അത് എല്ലാം തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇവിടുന്ന് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഞാനിപ്പോൾ കാണിച്ചു തന്ന ഈ ഒരു റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെഡ്യൂൾ വീഡിയോ റിപ്പോർട്ടാണ്. ഓക്കെ, കൃത്യമായിട്ട് ഓരോ കോയിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണുന്നുണ്ടാവും. അതുപോലെ തന്നെ കംപ്ലീറ്റ് ടാക്സ് റിപ്പോർട്ടും എല്ലാം തന്നെ നമുക്ക് ഈ ഒരു സൈറ്റിൽ നിന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് കംപ്ലീറ്റ് ടാക്സ് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഫിനാൻസ് ഇയർ 2024-25. അതിനുശേഷം ജനറേറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്, അപ്പോൾ പേയ്മെൻറ്റ് ഉണ്ട്. ഫ്രീ ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ഞാൻ നോക്കിയിട്ട് കിട്ടിയില്ല, നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് ചെയ്യാവുന്നതാണ്. ഇത്രയും കൂടുതൽ ഇൻ്റഗ്രേഷൻസ് നടത്തി, ഇത്രയും പോർട്ട്ഫോളിയോ ട്രാക്കിംഗ് നടത്തി സേഫായിട്ട് ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം വേറെ ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ തന്നെ ചൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോം വേണമെങ്കിൽ അത് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓരോ പ്ലാനിനും ക്യാഷ് കൂടിക്കൂടി വരും, ബെനിഫിറ്റ്സും കൂടിക്കൂടി വരും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി കേട്ടോ. ഞാൻ അത് എടുത്താലേ പറ്റുന്നൊന്നും പറയുന്നില്ല. ക്യാഷ് മുടക്കാൻ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫ്രീ ആയിട്ട് നിങ്ങൾ ഓരോ എക്സ്ചേഞ്ചിലും പോയി ഡേറ്റും എല്ലാ കാര്യങ്ങളും മാനുവലി ഒരു ബുക്കിലൊക്കെ എഴുതി നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഒരുപാട് ഇതുപോലെ 6000-7000 ട്രാൻസാക്ഷൻ ചെയ്യുകയാണെങ്കിൽ അത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ് ഒരാളെ കൊണ്ട് മാനുവലി. അതുകൊണ്ടാണ് നമുക്ക് ഈസിലി ഓട്ടോമേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന പ്ലാറ്റ്ഫോമാണ് കോയിനെക്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുക അൺലിമിറ്റഡ് വാലറ്റും അതുപോലെ തന്നെ എക്സ്ചേഞ്ചിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും, പോർട്ട്ഫോളിയോ ട്രാക്കിംഗ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളോട് കാണാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ വായിച്ച് നോക്കുക, ഞാനൊന്നും എടുത്ത് പറയുന്നില്ല. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് അടുത്ത കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ITR ഫയലിംഗ് അടക്കം ഇവർ ചെയ്തു തരും. പക്ഷേ അതിന് ഏകദേശം ഒരു 1000 രൂപയും കൂടെ ഒരു എക്സ്ട്രാ വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ക്രിപ്റ്റോ ഇൻകം ഫയലിംഗ്, ക്രിപ്റ്റോ നിങ്ങൾക്ക് കിട്ടിയ ഇൻകം ടാക്സ് ഫയലിംഗ് ഇവർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യും. ഫ്രീ ആയിട്ടല്ല, നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ഈ എക്സ്ട്രാ 1000 രൂപയ്ക്ക് അവർ ആ പേയ്മെൻറ്റും കൂടെ ചെയ്തു തരും. ഓക്കെ, പക്ഷേ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ഇല്ല, സ്പോട്ട് മാത്രമേ ഉള്ളൂ. സാലറി ഇൻകം ഇല്ല, സ്റ്റോക്ക് ഇൻകം ഇല്ല, ബിസിനസ് ഇൻകം ഒന്നും ഇവർ ഫയൽ ചെയ്യില്ല. ഇൻകം ഫ്രം ക്രിപ്റ്റോ മാത്രം ഇവർ ഫയൽ ചെയ്ത് തരും. ഓക്കെ, എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പിലും മെയിലൊക്കെ വരും. വാട്സപ്പിൽ ഒരു മെസ്സേജ് അയക്കും, കോൾ ചെയ്യും, നിങ്ങൾക്ക് സംസാരിച്ച് സംശയങ്ങളൊക്കെ തീർത്ത് എന്ത് ചെയ്യാം, ഫയലിംഗ് ചെയ്യാം. ഓക്കെ, ഞാൻ എൻ്റെ ഫസ്റ്റ് ഫയലിംഗ് എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത സമയത്ത് ഈ ഒരു പ്ലാറ്റ്ഫോമാണ് യൂസ് ചെയ്തത്. വളരെ ട്രസ്റ്റബിൾ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ തന്നെ മാനുവലി നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ 1 രൂപ പോലും ചിലവില്ലാതെ ചെയ്യാം. പക്ഷേ ഓരോ ട്രാൻസാക്ഷൻ്റെ ഡേറ്റ്, വാങ്ങിയ ഡേറ്റ്, വിറ്റ പൈസ, വാങ്ങിയ പൈസ എല്ലാം തന്നെ നിങ്ങൾ സ്വന്തമായിട്ട് നോക്കണം എന്ന് മാത്രം. ഓക്കെ, പിന്നെ താഴത്തേക്ക് വരുന്നവർ ഓരോ ഫീച്ചേഴ്സ് കൂടിക്കൂടി വരും. സാലറി ഇൻകം, ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് എല്ലാം കവർ ചെയ്യപ്പെടും. പക്ഷേ 6800 ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ലോങ് ഷോട്ട് ചെയ്യുന്ന ഡെറിവേറ്റീവ് ട്രേഡിൻ്റെ ലോസും പ്രോഫിറ്റ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ ടാക്സ് പേ ചെയ്യും. ഇൻകം ഉണ്ടെങ്കിൽ സിംഗിൾ എംപ്ലോയറുടെ ഇൻകം അവിടുന്ന് ഇവർ നോക്കി പേ ചെയ്ത് തരും, ഇവർ ഫയൽ ചെയ്ത് തരും. ഓക്കെ, ഏറ്റവും കൂടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ബിസിനസ് ഇൻകം, പ്രൊഫഷണൽ ഇൻകം ഏതൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ചുള്ള പ്ലാൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. എൻ്റെ റെക്കമെൻഡേഷനിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഫയലിംഗ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഇത് ചൂസ് ചെയ്താൽ മതി. 3500 രൂപേൻ്റെ സ്വന്തമായിട്ട് നിങ്ങൾക്ക് റിപ്പോർട്ടും കിട്ടും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അൺലിമിറ്റഡ് വാലറ്റും എക്സ്ചേഞ്ച് എല്ലാം തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ട്രാക്ക് ചെയ്യാം, അതിൻ്റെ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാം. ഞാൻ കാണിച്ച പോലെ സ്വന്തമായിട്ട് ഫയലിംഗും ചെയ്യാം. നിങ്ങൾക്ക് ഇനി സ്വന്തമായിട്ട് ചെയ്യാൻ അറിയുന്നേ ഇല്ല, എൻ്റെ വീഡിയോ കണ്ടിട്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ITR ഫയലിംഗ് പ്ലസ് ക്രിപ്റ്റോ ITR ഫയലിംഗ് കൂടെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്രിപ്റ്റോ ITR ഫയലിംഗും ഇവർ തന്നെ നിങ്ങൾക്ക് ചെയ്തു തരും.
ഓക്കെ, എക്സ്ട്രാ 1000 രൂപ വരുന്നുള്ളൂ, നിങ്ങൾക്കത് അഫോർഡബിൾ ആണ് എന്നുണ്ടെങ്കിൽ എടുക്കാം. അപ്പോൾ നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഇതാണ് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെക്ക് ഡിസ്കൗണ്ട് അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഡിസ്കൗണ്ടിന് ഒരു പ്രൊമോ കോഡും കൂടെ ഞാൻ തരാം. പ്രൊമോ കോഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ടും കൂടെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് പ്രൊമോ കോഡ് അപ്ലൈ ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ഇവിടെ നിങ്ങൾക്ക് പ്രൊമോ കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ സെയിം പ്രൊമോ കോഡ് നോക്കി അടിച്ചാലും മതി. ഇവിടെ നിങ്ങൾക്ക് ഒരു ഡിസ്കൗണ്ട് പ്രൊമോ കോഡാണ് കൊടുത്തുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റും GST അടക്കം 4222 രൂപയാണ് പേ ചെയ്യേണ്ടി വരിക. നിങ്ങൾ ഏറ്റവും കുറഞ്ഞ പ്ലാൻ എടുക്കുകയാണെങ്കിൽ പ്രൊമോ കോഡും കൂടെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 3799 രൂപ, അതായത് ഏകദേശം 357 രൂപ, അതായത് 10% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രൊമോ കോഡ് കൊടുത്താൽ കിട്ടും. അപ്പോൾ RKM0010 ഈ പ്രൊമോ കോഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറഞ്ഞ എമൗണ്ടിൽ ഈ ഒരു പ്ലാൻ എടുക്കാൻ പറ്റും. നിങ്ങളുടെ സ്റ്റേറ്റ് കേരള ആണ് ചൂസ് ചെയ്യേണ്ടത്. നിങ്ങളുടെ സ്റ്റേറ്റ് കേരള ആണെങ്കിൽ കേരളം, നിങ്ങൾ വേറെ സ്റ്റേറ്റിലാണുള്ളതെന്നുണ്ടെങ്കിൽ അതനുസരിച്ച്. ഓക്കെ, എന്നിട്ട് ബിസിനസ് അല്ല, അതുകൊണ്ട് തന്നെ ഇത് ടിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനുശേഷം പേ സെക്യൂറിൽ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് പേജിലേക്ക് പോവും. ആ പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഈസിലി നിങ്ങളുടെ ആ ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആവുകയും നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നിങ്ങളുടെ ടാക്സ് കൺസൾട്ടൻറ്റ് നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ ITR ഫയലിംഗ് അടക്കം എടുത്തിട്ടുണ്ടെങ്കിൽ ടാക്സ് കൺസൾട്ടൻറ്റും കൂടെ അതിലേക്ക് വരും. അയാൾക്ക് അതിലേക്ക് ആക്സസ് ഉണ്ടാവും. നിങ്ങളെ കോൾ ചെയ്യും, നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, ഡൗട്ടുകൾ ചോദിക്കാം, ഫയലിംഗ് നടത്താം. ഇനി ഇപ്പോൾ ഞാൻ എടുത്ത ഈ ഒരു പ്ലാൻ ആണെന്നുണ്ടെങ്കിൽ ടാക്സ് കൺസൾട്ടൻ്റ് ഇല്ല, നമ്മൾ സ്വന്തമായിട്ട് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യണം, നമുക്ക് തന്നെ ഫയൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് ആക്റ്റീവ് ആവുന്നതാണ്. കംപ്ലീറ്റ് ടാക്സ് റിപ്പോർട്ട് വേണോ വീഡിയോ വേണോ എന്നൊക്കെ ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ കംപ്ലീറ്റ് ആണ് ചൂസ് ചെയ്യുന്നത്. അതിനനുസരിച്ച് ജനറേറ്റ് കൊടുക്കുന്നു. ജനറേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ജനറേറ്റ് ആവും. നമ്മുടെ ഒരു 5-6 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മളെ മെയിൽ ഐഡിയിലേക്ക് അത് വരുന്നതാണ്. ഓക്കെ, അതിനുശേഷം പ്രീവിയസ്ലി ജനറേറ്റഡ് റിപ്പോർട്ട്സിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ആ ഒരു റിപ്പോർട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ കാണുന്നുണ്ട്. അത് ഞാൻ ഓഗസ്റ്റ് 8-ാം തീയതി ജനറേറ്റ് ചെയ്ത റിപ്പോർട്ട് കാണുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് എക്സൽ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ഇതെന്ത് ചെയ്യുക? എക്സൽ ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം ഈ ഒരു എക്സൽ ഫയൽ ജസ്റ്റ് നിങ്ങളുടെ എക്സലിൽ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് എല്ലാം തന്നെ അവിടെ കാണാൻ പറ്റും. അതിനുശേഷം ഓരോന്നും TDS ഇൻഫർമേഷൻ കാണാം. അടുത്ത ടാബിൽ കോയിൻ D6 ആണ് TDS പിടിച്ചിട്ടുള്ളത്, അത് എത്ര പിടിച്ചിട്ടുണ്ട്, എല്ലാ ഡീറ്റെയിൽസും കാണാൻ പറ്റും. ഡെറിവേറ്റീവ് ട്രേഡിംഗ് ഉണ്ടെങ്കിൽ അത് കാണാൻ പറ്റും. ഈ ഒരു അക്കൗണ്ടിൽ ഡെറിവേറ്റീവ് ട്രേഡിംഗ് ഇല്ല, അതുകൊണ്ടാണ് ഇവിടെ കാണാൻ പറ്റാത്തത്. ഡെറിവേറ്റീവ് ട്രേഡിംഗ് ഉണ്ടെങ്കിൽ അതിൻ്റെ എമൗണ്ട് ഇവിടെ കാണാൻ പറ്റും. വീഡിയോ ആണല്ലോ മെയിനായിട്ട് വേണ്ടത്, വീഡിയോ എടുക്കുക. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഇതുപോലെ ഓരോന്നും ഇവിടെ 40 ട്രാൻസാക്ഷൻ ഈ ഒരു അക്കൗണ്ടിലുണ്ട്. നിങ്ങൾക്ക് കണ്ടല്ലോ 40 ട്രാൻസാക്ഷൻ. ഇതിൽ 40ലും ഡേറ്റുകളുണ്ട്, കൃത്യമായ എമൗണ്ടുകളുണ്ട്, വിറ്റ് എമൗണ്ട് ഉണ്ട്, ടോട്ടൽ വീഡിയോ ഇൻകം ഇവിടെ ഉണ്ട്. ഇതാണ് നമ്മൾ നമ്മുടെ എക്സൽ യൂട്ടിലിറ്റിയിലേക്ക് ഫില്ല് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു പ്രോസസ്സിലേക്ക് കടക്കുകയാണ്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ ടാക്സ് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിയാണ്. അപ്പോൾ നമുക്കിനി ചെയ്യേണ്ട എന്താണ്? നമ്മുടെ മറ്റേ ഫോമിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എല്ലാ ഡാറ്റയും കൊണ്ടുവരണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യം റോസ് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ നോക്കുകയാണെങ്കിൽ ഈ ഒരു അക്കൗണ്ടിൽ ഏകദേശം 40 ട്രാൻസാക്ഷൻ ആണുള്ളത്. അപ്പോൾ ഞാൻ 40 റോ ഇവിടെ ആഡ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഇവിടെ വരുന്നു, ഈ ഒരു എക്സൽ ഷീറ്റിലേക്ക് വരുന്നു. അതിനുശേഷം ആഡ് റോ കൊടുക്കുന്നു. 4 റോ ഓൾറെഡി ഇവിടെ ഉണ്ട്. അപ്പോൾ ഇനി ഒരു 36 എണ്ണം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 40 എണ്ണം ആവും. ഓക്കെ, 36 എന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് 40 റോ ഇവിടെ ആഡ് ആയിട്ടുണ്ട് എന്നുള്ളത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഡേറ്റ് ഓഫ് അക്വസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോയിൻസ് വാങ്ങിയ ഡേറ്റ് മുഴുവനും കൃത്യമായ ഓർഡറിൽ ഇവിടെ കൊടുക്കുക എന്നുള്ളതാണ്. അതിന് ചെയ്യേണ്ടത് ഈ ഒരു എക്സൽ ഷീറ്റിലേക്ക് വരിക. ഏറ്റവും ആദ്യത്തെ ഡേറ്റ് ഓഫ് അക്വസിഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏറ്റവും താഴത്തേക്ക് വരിക. ഷിഫ്റ്റ് പ്രസ് ചെയ്തതിന് ശേഷം ഏറ്റവും താഴെയുള്ള കോളത്തിലൊന്ന് ക്ലിക്ക് ചെയ്യുക, റോയിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ താഴെ നിന്നും മുകൾ വരെയുള്ള എല്ലാം തന്നെ എന്താവും സെലക്ട് ആവും. സെലക്ട് ആയതിനു ശേഷം Ctrl+C അടിച്ച് കഴിഞ്ഞാൽ മൊത്തമായിട്ടും കോപ്പി ആവും. എന്നിട്ട് അടുത്ത എക്സൽ ഷീറ്റിലേക്ക് വരിക. അതിനുശേഷം ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം Ctrl+V കൊടുത്തു കഴിഞ്ഞാൽ മുഴുവൻ ഡാറ്റയും ഇങ്ങോട്ടേക്ക് കാണാൻ പറ്റും. കൃത്യമായ ഓർഡറിൽ പേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ, അതായത് നമ്മൾ സെല്ല് ചെയ്ത ഡേറ്റ് ആണ്, അതും ഇതുപോലെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ആദ്യത്തെ റോലൊന്ന് ക്ലിക്ക് ചെയ്യുക, ഏറ്റവും താഴത്തെ റോയിൽ വരിക, ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മൊത്തമായിട്ട് സെലക്ട് ആവും. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് വേണം ക്ലിക്ക് ചെയ്യാൻ. അപ്പോൾ മൊത്തമായിട്ട് സെലക്ട് ആവും. എന്നിട്ട് Ctrl+C കൊടുക്കുക, കോപ്പി. അതിനുശേഷം ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ Ctrl+V ചെയ്തിട്ട് പേസ്റ്റും ചെയ്യും. ഇവിടെ കൊടുക്കേണ്ടത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇൻകം കിട്ടിയെന്നാണ്. അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ ആണ് കിട്ടിയിട്ടുള്ളത്. ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ളത് ഇവിടെ കൊടുക്കണം. അതിനെന്ത് ചെയ്യുക? നേരത്തെ പോലെ തന്നെ കോപ്പി പേസ്റ്റ് ഈസിലി ചെയ്യാൻ പറ്റുന്ന കാര്യം മാത്രമേ ഉള്ളൂ. ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുക, ഒന്നും കൂടെ ക്ലിക്ക് ചെയ്യുക, കോപ്പി ചെയ്യുക. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ളത് കൃത്യമായിട്ട് പേസ്റ്റ് ആയിട്ടുണ്ട്. പേസ്റ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ അടുത്ത പേജിൽ പോവുക, കോപ്പി ചെയ്യുക, അതിനുശേഷം ഒന്ന് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ശരിയാവും. ഓക്കെ, ഇനി കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, നേരത്തെ നമ്മൾ ചെയ്ത ഈ ഒരു വീഡിയോ റിപ്പോർട്ടിലുണ്ട് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ അവിടെ ഉണ്ട്. അത് ആദ്യത്തെ റോ ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഏറ്റവും താഴത്തേക്ക് വരിക, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തതിന് ശേഷം താഴത്തെ റോ ഒന്നും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് Ctrl+C അടിച്ച് കഴിഞ്ഞാൽ കോപ്പിയായി. നേരത്തെ പോലെ തന്നെ അടുത്ത ഷീറ്റിലേക്ക് പോവുക, ഇവിടെ കൊണ്ടുവരിക, ആദ്യത്തെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, പേസ്റ്റ് ചെയ്യുക. ഇനി കൺസിഡറേഷൻ റിസീവ്ഡ്, അതായത് നമ്മൾ വിറ്റ എത്ര രൂപയ്ക്കാണ് വിറ്റത് എന്നുള്ളതാണ്, സെല്ല് ചെയ്തത്. ഓക്കെ, അപ്പോൾ അതും ഇതുപോലെ തന്നെ ഈ പേജിലേക്ക് വരിക, ഏറ്റവും മേലെ ക്ലിക്ക് ചെയ്യുക, ഏറ്റവും താഴത്തേക്ക് വരിക, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുക, ഒന്നും കൂടെ മൗസ് ക്ലിക്ക് ചെയ്യുക.
എന്നിട്ട് Ctrl+C കൊടുത്തു കഴിഞ്ഞാൽ അത് കോപ്പി ആവുന്നതാണ്. അതിനുശേഷം ഇവിടെ വന്നതിന് ശേഷം ഒന്ന് ജസ്റ്റ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. Ctrl+V ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേസ്റ്റ് ആവും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതെല്ലാം ഇവിടെ കൃത്യമായിട്ട് വാല്യൂസ് വന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യുക, വാലിഡേറ്റ്, ഏതൊരു ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാലും വാലിഡേറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കാണാൻ പറ്റും ഷീറ്റ് വീഡിയോ ഈസ് ഓക്കെ. അപ്പോൾ എല്ലാ ഷീറ്റും ഇതുപോലെ വാലിഡേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കാൽക്കുലേഷൻ കൃത്യമായിട്ട് കഴിഞ്ഞു. ഓക്കെ, ജനറൽ ഇൻഫർമേഷനിലേക്ക് വന്നതിന് ശേഷം ഇവിടെ നമുക്ക് കാൽക്കുലേറ്റ് ടാക്സ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. ഓക്കെ, ഇവിടെ കാണുന്നുണ്ടാവും കാൽക്കുലേറ്റ് ടാക്സ്, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കാൽക്കുലേറ്റ് അടിച്ച സമയത്ത് ഒരു അലേർട്ട്, ഒരു എറർ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷീറ്റ് AL എന്തുണ്ട്, ഒരു ഇമ്മൂവബിൾ അസറ്റെങ്കിലും കാണിക്കണം എന്നുള്ളതാണ്. അത് ജസ്റ്റ് ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ യെസ് എന്നുള്ളത് നോ ആക്കി കഴിഞ്ഞാൽ ആ പരിപാടി കഴിഞ്ഞു. ഓക്കെ, എന്നിട്ട് ഞാനിത് വാലിഡേറ്റ് അടിക്കുകയാണ്. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും ഷെഡ്യൂൾ AL ഈസ് ഓക്കെ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എന്ത് എറർ വരുന്നുണ്ടെങ്കിലും എന്താണോ എറർ മെസ്സേജ് പറയുന്നത് നോക്കുക, അതിനനുസരിച്ച് നിങ്ങൾ ശരിയാക്കി കൊടുക്കണം. ഓക്കെ, വീണ്ടും ജനറലിലേക്ക് വരുന്നു, കാൽക്കുലേറ്റ് കൊടുത്തു. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും ഒരു രീതിയിലുള്ള എറേഴ്സും നിലവിൽ എൻ്റെ ഒരു ഷെഡ്യൂളിലും ഇല്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ടാക്സ് അടിക്കുന്ന സമയത്ത് എന്തെങ്കിലും എറേഴ്സ് വരുന്നുണ്ടെങ്കിൽ എന്താണെന്ന് കാണിക്കും. അത് കൃത്യമായിട്ട് സോൾവ് ചെയ്ത് മാത്രം പോവുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇത്രയും കാൽക്കുലേറ്റ് ടാക്സ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എറേഴ്സോ കാര്യങ്ങളോ ഒന്നും വരാൻ പാടില്ല. അത് വരാതെ മുഴുവനായിട്ടും സോൾവ് ആവണം. അവിടെ കാണാൻ പറ്റും എൻ്റെ ഇപ്പോൾ കാൽക്കുലേറ്റ് ആവുന്നുണ്ട്. അതിനുശേഷം എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ എറർ കാണിക്കും. ഒരു എററും കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഷീറ്റ് എല്ലാം പെർഫെക്റ്റ് ആണ് എന്നാണ് അതിനർത്ഥം. കണ്ടോ, എൻ്റെ ഒരു എററും ഇല്ലാതെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ജനറേറ്റ് JSON എന്ന് പറയുന്ന ബട്ടനാണ്. നമുക്ക് JSON ഫയലാണ് നമുക്ക് ഇൻകം ടാക്സ് ഫയലിങ്ങിൻ്റെ സൈറ്റിൽ കൊടുക്കേണ്ടത്. ജനറേറ്റ് JSON ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ജനറേറ്റ് ആവും, ലോഡിങ് ആവുന്നുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം ജനറേറ്റ് ആവുന്നത് വരെ. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും സേവ് JSON ഓപ്ഷൻ വന്നിട്ടുണ്ട്, ഒരു അലേർട്ട് ബട്ടൺ വന്നിട്ടുണ്ട്. അത് ഓക്കെ കൊടുക്കുക. അതിനുശേഷം ഏത് പാത്തിലേക്കാണ് JSON ഫയൽ സേവ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അതും കൊടുക്കാൻ പറയുന്നുണ്ട്. സേവ് JSON ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, ആ JSON ഫയൽ ജനറേറ്റ് ആവുകയും എങ്ങോട്ടേക്കാണ് സേവ് ആയത് കാണിക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും എൻ്റെ കയ്യിൽ എവിടെയാണ് ഫയൽ സേവ് ആയിരിക്കുന്നത് എന്ന് കാണിക്കുന്നുണ്ട്. ഞാൻ ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഇവിടെ കാണാം നമുക്ക് സെയിം ഫോൾഡറിൽ തന്നെ ആ ഒരു JSON ഫയലും സേവ് ആയത് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ JSON ഫയൽ അവിടെ ഉണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് വീണ്ടും ഇൻകം ടാക്സിൻ്റെ സൈറ്റിലേക്ക് പോവുക, ലോഗിൻ ചെയ്യുക. അതിനുശേഷം ടാക്സ് ഫയൽ ചെയ്യുന്ന പേജിലേക്ക് തന്നെ തിരിച്ചു വരിക. ഇവിടെ നമുക്ക് അസസ്മെൻറ്റ് ഇയർ നേരത്തെ പോലെ തന്നെ 25, 26 കൊടുക്കുക. അതിനുശേഷം മെത്തേഡ് ഓഫ്ലൈൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഫയലിംഗ് ടൈപ്പ് എന്നുള്ളത് ഒറിജിനൽ റിട്ടേൺ കൊടുക്കുക. ഒറിജിനൽ റിട്ടേണിന് ശേഷം ഈ ഒരു ഓപ്ഷനിൽ നോ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ സെലക്ട് ITR ടൈപ്പിൽ നിങ്ങൾ ITR2 സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ JSON ഫയൽ അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എക്സ്പോർട്ട് ചെയ്ത JSON ഫയൽ എന്ത് ചെയ്യുക, ഓപ്പൺ കൊടുക്കുക. അപ്പോൾ ആ സമയത്ത് ഇവിടെ അപ്ലോഡ് ആവുകയും അത് വാലിഡേറ്റ് ആവുകയും ചെയ്യും. അറ്റാച്ച് ചെയ്ത് കൊടുത്ത സമയത്ത് എന്തെങ്കിലും എറേഴ്സ് നിങ്ങളുടെ ഫോമിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ എറർ കാണിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് വാലിഡേഷൻ സക്സസ്ഫുൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. അതിനുശേഷം പ്രൊസീഡ് ടു വെരിഫിക്കേഷൻ കൊടുക്കുക. അതിനുശേഷം നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ആധാർ നമ്പർ കണക്ട് ചെയ്യുന്ന മൊബൈൽ നമ്പറിലേക്ക് OTP വരും. ആ OTP കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ഫയലിങ്ങും കംപ്ലീറ്റ് ആയി എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ എങ്ങനെ ചെയ്യണം എന്നുള്ളതും ഓഫ്ലൈൻ എങ്ങനെ ചെയ്യണം എന്നുള്ളതും കൃത്യമായിട്ട് നമ്മൾ കാണിച്ചു തന്നു. പേയ്മെൻറ്റ് ഓപ്ഷൻ വരെ കൃത്യമായിട്ട് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും എറേഴ്സ് നിങ്ങളുടെ ഫോമിൽ ഉണ്ടായിരിക്കും. ആ ഫോം കൃത്യമായിട്ട് എറേഴ്സ് കൃത്യമായിട്ട് എന്താണ് എറർ കാണിക്കും, അത് സോൾവ് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, ഓരോരുത്തർക്കും നിങ്ങൾ ഓരോ ഷെഡ്യൂളും സെലക്ട് ചെയ്യുന്നതനുസരിച്ച് ഓരോ സെക്ഷൻസ് കൂടി വരും. അപ്പോൾ അവിടെയൊക്കെ സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻസും വ്യത്യാസം വരും. അപ്പോൾ ഞാൻ ചെയ്തതുപോലെ ഡിറ്റോ കോപ്പി ചെയ്താൽ മാത്രമേ ഇതുപോലെ ഞാൻ ചെയ്ത പോലെ തന്നെ എറേഴ്സ് ഇല്ലാതെ കിട്ടുള്ളൂ. നിങ്ങൾക്കിനി സാലറി ഉണ്ട്, ആ സാലറി സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിനി എക്സ്ട്രാ എവിടുന്നെങ്കിൽ TDS വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ അവിടെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നുണ്ട്, ചെയ്യാനേ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വീഡിയോ കണ്ട് കൃത്യമായിട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് തീരെ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ടാക്സ് കൺസൾട്ടൻറ്റിനെ കണ്ടിട്ട് ചെയ്യുക. തെറ്റിക്കാൻ പാടില്ലാത്ത കാര്യമാണിത്. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കോയിനെക്സിൻ്റെ തന്നെ ഫയലിംഗ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിലി എന്താവും, അവർ തന്നെ ഫയൽ ചെയ്ത് തരികയും ചെയ്യും നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം എടുത്തുകൊണ്ട്. നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ എക്സ്ചേഞ്ചസ് എല്ലാം ഇവിടെ ഇൻ്റഗ്രേഷനിൽ കണക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ബാക്കിയെല്ലാം തന്നെ അവർ നോക്കിക്കോളും എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഫണ്ടുള്ളവരാ ചെയ്യുക, അല്ലാത്തവർ ഇതുപോലെ ഞാനിപ്പോൾ കാണിച്ച പോലെ മാനുവലി ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ രണ്ട് രീതിയിലുള്ള ഫയലിംഗ് നമ്മൾ കാണിച്ചു തന്നു. ഇനി പറയാനുള്ള ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചേഴ്സ് ട്രേഡിങ് ചെയ്യുന്നവർ എങ്ങനെ ടാക്സ് ഫയലിംഗ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അവർ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞ പോലെ ഈ ഫയൽ പോവുക, ഇൻകം ടാക്സ് റിട്ടേൺ പോവുക, ഫയൽ ന്യൂ ഇൻകം ടാക്സ് കൊടുക്കുക. അതിനുശേഷം അസസ്മെൻറ്റ് ഇയർ കാര്യങ്ങളെല്ലാം സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓൺലൈൻ ആണെങ്കിൽ ഓൺലൈൻ, ഓഫ്ലൈൻ ആണെങ്കിൽ ഓഫ്ലൈൻ, നിങ്ങളുടെ ട്രാൻസാക്ഷൻ എണ്ണം അനുസരിച്ച്. ഓക്കെ, അതിനുശേഷം സ്റ്റാർട്ട് ന്യൂ ഫയലിംഗ് കൊടുക്കുക, ഇൻഡിവിജ്വൽ തന്നെ കണ്ടിന്യൂ കൊടുക്കുക.
അതിനുശേഷം ITR ഫോമിൽ നിങ്ങൾ ITR3 സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതിനുശേഷം പ്രൊസീഡ് വിത്ത് ITR3 കൊടുക്കുക. നോർമലി നേരത്തെ ഉള്ള പോലെ തന്നെ അവിടെ നിങ്ങൾക്ക് ഷെഡ്യൂൾസ് ഫില്ല് ചെയ്യാനുണ്ടാവും, നിങ്ങൾ എടുത്ത ട്രേഡുകളുടെ ഡാറ്റ ഫില്ല് ചെയ്യാനുണ്ടാവും. അത് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ITR3 എന്ന് പറഞ്ഞാൽ ബിസിനസ് ഇൻകമിൻ്റെ വരുന്നതാണ്. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് എല്ലാം തന്നെ ബിസിനസ് ഇൻകമിലാണ് വരിക. അപ്പോൾ ബിസിനസ് ഇൻകം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഫോമും ഞാനിപ്പോൾ കാണിച്ച പോലെ തന്നെ ഫില്ല് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ITR ഫയലിംഗ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് ഉണ്ടായിരുന്നത്. കൃത്യമായിട്ട് 2 മെത്തേഡ് നമ്മൾ കാണിച്ചു കഴിഞ്ഞു. ഇങ്ങനെയാണ് ടാക്സ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. അവസാന തീയതിക്ക് മുൻപായിട്ട് തന്നെ എല്ലാവരും ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ക്രിപ്റ്റോ ട്രേഡിംഗ് ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൃത്യമായുള്ള ന്യൂസ് അപ്ഡേറ്റ്സ് കിട്ടാനായിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. എല്ലാ ലിങ്കുകളും ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ വെബ്സൈറ്റ്സിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ എല്ലാം തന്നെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. തീർച്ചയായിട്ടും അവിടെ നിന്ന് നിങ്ങൾക്ക് ലിങ്ക്സ് എല്ലാം എടുത്തുകൊണ്ട് ഒഫീഷ്യലായിട്ടുള്ള സൈറ്റ്സിലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ ഇത്ര മാത്രമാണ് ഈ വീഡിയോയിൽ പറയാനുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു സൂൺ. ബൈ.